നമസ്കാരം. കാറ് ആ മരത്തിൽ തട്ടി അങ്ങനെ നിൽക്കുമ്പോൾ ഡസ്റ്റിൻ റൈസിന്റെ കണ്ണുകൾ നടാഷയിൽ പതിഞ്ഞു. നടാഷ ഒന്ന് മുന്നോട്ടായിരുന്നതും നടാഷയുടെ തല മുമ്പിലെ ഗ്ലാസ്സിൽ ഇടിക്കുന്നതും ഡസ്റ്റിൻ കൃത്യമായി കണ്ടു. അത് കണ്ടതും ഡസ്റ്റിൻ നടാഷയോട് ചോദിച്ചു, നടാഷ, ഡസ്റ്റിൻ എനിക്ക് കുഴപ്പമില്ല, ഹെയ്ലി നോക്ക്. നടാഷ കണ്ണിന്റെ കോണിലൂടെ പുറകിലത്തെ സീറ്റിൽ ഒരു കാഴ്ച കണ്ടതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. നടാഷ ഹെയ്ലിയെ നോക്കാൻ പറഞ്ഞതും ഡസ്റ്റിൻ ജാമായിരുന്ന ഡോറ് ഒന്ന് ശക്തമായി തള്ളിയതും ആ ഡോർ അങ്ങ് ഇളകി മാറി. പുറത്തിറങ്ങിയ ഡസ്റ്റിൻ ഹെയ്ലിയുടെ ഭാഗത്തെത്തി ആ ഡോറിൽ പിടിച്ചപ്പോൾ ഡോർ ജാമായി നിൽക്കുകയാണ്. ഡസ്റ്റിൻ ശക്തമായിട്ട് ഒന്ന് പിടിച്ചു കുലുക്കി ആ ഡോർ വലിച്ചിങ്ങെടുത്തു. ഡസ്റ്റിൻ കാണുന്നത് ഏതാണ്ട് തലകൂത്തനെ നിൽക്കുന്ന ഹെയ്ലിയാണ്. ഹെയ്ലിയുടെ ദേഹത്ത് നിന്ന് പല ഭാഗത്തൂടെയും രക്തം ഒലിക്കുകയാണ്. ഡസ്റ്റിൻ ഹെയ്ലി എടുത്ത് പുറത്ത് കിടത്തുമ്പോഴേക്കും നടാഷയ്ക്ക് സെക്യൂരിറ്റി കൊടുക്കാനായി ഡസ്റ്റിൻ ഏർപ്പാടാക്കിയിരുന്ന കിരിൻ ഗ്യാങ്ങിന്റെ കാറുകൾ ചവിട്ടി നിർത്തി അതിന് മെമ്പേഴ്സ് ഇറങ്ങി ഓടി ഡസ്റ്റിന് അടുത്തെത്തി. അവരെ കണ്ടതും ഡസ്റ്റിൻ അവരുടെ സഹായത്താൽ വാഹനത്തിനകത്തുനിന്ന് സെസിലിയെ പുറത്തിറക്കി. സെസിലിയെ പുറത്തിറക്കി ആ റോഡിന്റെ വശത്ത് കിടത്തുമ്പോൾ ഡസ്റ്റിന് ഒരു കാര്യം വ്യക്തമാണ്, സെസിലിക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. പൂർണ്ണ ഗർഭിണിയായ സെസിലിയുടെ കാലിലൂടെ വെള്ളം ഒലിക്കുകയാണ്. അവരുടെ ഗർഭപാത്രം പൊട്ടിയിരിക്കുന്നു. അത് കണ്ടതും ഡസ്റ്റിൻ അതിവേഗം ഹെയ്ലിയുടെയും അതുപോലെ സെസിലിയുടെയും രക്തം ധാരധാരായി ഒഴുകുന്ന ഭാഗങ്ങളിൽ അക്യുപങ്ചർ നീഡിൽസ് ഉപയോഗിച്ച് ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയതിനു ശേഷം ആ ഗാർഡുകൾ വന്ന കാറിലേക്ക് അവർ രണ്ടുപേരെയും കയറ്റി. ആ കാറ് അവരെയും കൊണ്ട് അതിവേഗം ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞതിന് ശേഷമാണ് ഡസ്റ്റിൻ നടാഷയുടെ അടുത്തേക്ക് ഓടിയെത്തിയത്. നടാഷയും കാറിൽ ജാമായിരിക്കുകയാണ്. കാറിന്റെ ഡോറ് ബലമായി ഇളക്കി നടാഷയെ പുറത്തിറക്കുമ്പോൾ നടാഷയുടെ തലയിലൂടെ രക്തം ഒലിക്കുന്നുണ്ട്. ഡസ്റ്റിൻ നടാഷയുടെ ആ രക്തസ്രാവം നിർത്താനുള്ള നടപടികളിലേക്ക് കടന്നപ്പോൾ കിരിൻ ഗ്യാങ്ങിലെ ചില ആളുകൾ ഒരാളെ അവിടേക്ക് കൊണ്ടുവന്നു. സർ റൈസ്, ഇതാണ് ട്രക്ക് ഡ്രൈവർ. അവരുടെ കാറിനെ ഇടിച്ച ട്രക്ക് ഡ്രൈവർ ഡസ്റ്റിന്റെ മുന്നിൽ വന്നതും ഡസ്റ്റിനോട് പറഞ്ഞു, സോറി, ബ്രേക്ക് പോയതാണ്. അത് കേട്ടതും നടാഷ അയാളോട് പറഞ്ഞു, ബ്രേക്ക് പോയെന്നു? അതെ മാഡം, ബ്രേക്ക് പോയതാണ്. പക്ഷെ പേടിക്കണ്ട, എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, എല്ലാ ചെലവും അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി നോക്കിക്കൊള്ളും. അത് കേട്ടതും നടാഷ അയാളോട് പറഞ്ഞു, ഏയ്, ബ്രേക്ക് പോയി നീ എന്തിനാ ആക്സിലേറ്റർ ചവിട്ടിയത്? മാഡം എന്തായി പറയുന്നത്? ബ്രേക്ക് പോയപ്പോ ഞാൻ ഭയന്നുപോയി, അങ്ങനെ ചവിട്ടിയപ്പോ മാറിപ്പോയതാണ്. നടാഷ വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാഴ്ച കണ്ടതാണ്. ആ ട്രക്ക് മനഃപൂർവ്വം അവരുടെ കാറിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. ഡസ്റ്റിൻ ആ കാർ വെട്ടി ഓടിച്ചിട്ടും ട്രക്ക് അവരെ പിന്തുടർന്ന് ഇടിച്ചത് നടാഷ കണ്ടതാണ്. ആ ട്രക്ക് ഡ്രൈവറുടെ മറുപടി കേട്ടതും ഡസ്റ്റിൻ അയാളോട് ചോദിച്ചു, ഏയ്, നീ കൂടുതൽ സംസാരിക്കണ്ട, നീ ഒരു കാര്യം പറഞ്ഞാൽ മതി, ആർക്ക് വേണ്ടിയാ നീ ഇത് ചെയ്തത്? ഡസ്റ്റിന്റെ ചോദ്യം കേട്ടതും അയാളൊന്ന് ചിരിച്ചു. ഹലോ, നിങ്ങൾ എന്താ ഈ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ എന്റെ വാഹനത്തിന്റെ ബ്രേക്ക് പോയതാണെന്ന്. നിങ്ങള് വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു, ഹലോ, നിങ്ങളിത് കണ്ടല്ലോ, ഇയാള് എനിക്കെതിരെ തെറ്റായ ആരോപണം ഉന്നയിക്കുകയാണ്, ദയവായി നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്ന് വീഡിയോ ആക്കണം. അയാൾ അങ്ങനെ പറഞ്ഞതും അവിടെ തടിച്ചുകൂടിയ ആൾക്കാർ അവരുടെ മൊബൈൽ ഫോൺ എടുത്ത് ആ രംഗങ്ങൾ ചിത്രീകരിച്ചു തുടങ്ങി. അനവധി കൈകളിലെ മൊബൈൽ ഫോണുകൾ അയാൾ പറയുന്നത് ചിത്രീകരിച്ചു തുടങ്ങിയതും അയാൾ റോഡിലോട്ട് ഇറങ്ങി നിന്ന് ട്രക്കിനെയും കാറിനെയും ചൂണ്ടി സംഭവങ്ങൾ വിവരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ ആ ട്രക്ക്? സത്യമായിട്ടും ആ ട്രക്കിന്റെ ബ്രേക്ക് പോയതാണ്. അതിന് ഇവര് പറയുന്നു ഞാൻ മനഃപൂർവ്വം അവരെ കൊണ്ട് ഇടിച്ചാണെന്ന്. നിങ്ങൾ സത്യം തിരിച്ചറിയണം. അങ്ങനെ അയാൾ പറഞ്ഞതും പാഞ്ഞു വന്ന കാറ് അയാളുടെ പുറത്തിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. ഇടിയേറ്റ് അയാൾ ആകാശത്തേക്ക് ഒന്ന് പൊങ്ങുകയാണ്. ആകാശത്തേക്ക് പൊങ്ങിയ അയാൾ തല കുത്തിനെ റോഡിൽ വന്ന് വീണു. അയാളുടെ തല ആ റോഡിലെ മെറ്റൽ ഇടിച്ചതും തല ചിതറുകയാണ്. ശരിക്കും അവിടെയുള്ള മുഴുവൻ ആളുകളും അമ്പരപ്പോടെ തറയിൽ വീണ ആ ട്രക്ക് ഡ്രൈവറെ നോക്കുമ്പോൾ ആ കാറിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി. അയാൾ നടന്ന് ആ ട്രക്ക് ഡ്രൈവറുടെ അടുത്ത് വന്നിട്ട് അയാളോട് പറഞ്ഞു, ഹലോ, സോറി, എന്റെ കാറിന്റെ ബ്രേക്ക് പോയതാണ്. പറയുന്നത് സാക്ഷാൽ കോർണിലിയസ് ആണ്. കോർണിലിയസ് ആ ട്രക്ക് ഡ്രൈവറുടെ ഡയലോഗ് കണ്ടപ്പോ അവർ നേരത്തെ നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് ഒന്ന് കയറി ഒന്ന് ഓടിച്ചതാണ്. കോർണിലിയസ് അങ്ങനെ പറഞ്ഞതിന് ശേഷം കിരിൻ ഗ്യാങ്ങിലെ ആളുകളോട് പറഞ്ഞു, ഈ നിൽക്കുന്ന ആളുകളുടെയൊക്കെ മൊബൈൽ ഫോൺ ഇങ്ങ് വാങ്ങും. അടുത്ത നിമിഷത്തിൽ അവിടെ ആ രംഗങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മൊബൈൽ ഫോണുകൾ കിരിൻ ഗ്യാങ് മെമ്പേഴ്സിന്റെ കയ്യിലെത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ മൊബൈൽ ഫോണുകൾ അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു. പക്ഷെ അതിനിടയിൽ ആ മൊബൈലിലുള്ള സകല വിഷ്വലുകളും റിമൂവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് രസകരമായ കാര്യം. അടുത്ത ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോർണിലിയസും നടാഷ ഹാർമണും ഡസ്റ്റിനും ഒക്കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിൽക്കുകയാണ് കോർണിലിയസും നടാഷയും ഡസ്റ്റിനും. കോർണിലിയസ് ഡസ്റ്റിനോട് ചോദിച്ചു, സർ റൈസ്, നമ്മളിനി എന്താ ചെയ്യുക? കോർണിലിയസ്, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് ആരാണെങ്കിലും അവരെ വെറുതെ വിടരുത്. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞപ്പോ നടാഷയും അത് ആവർത്തിക്കുകയാണ്, അതെ, ആരാണ് എന്റെ പിന്നിൽ നിന്ന് കണ്ടെത്തി അവർക്ക് ശിക്ഷ കൊടുക്കണം. അങ്ങനെ നടാഷ പറയുമ്പോൾ നടാഷയുടെ തലയ്ക്ക് ചുറ്റും ഒരു കെട്ടുണ്ട്. ആ ആക്സിഡന്റിൽ
മുൻപിലത്തെ ഗ്ലാസ്സിൽ ഇടിച്ചപ്പോൾ നടാഷയ്ക്കുണ്ടായ പരിക്കാണ് ആ കെട്ടിന്റെ ബേസ്. നടാഷയും ഡസ്റ്റിനും കോൺലീസും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ ഡസ്റ്റിനോട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞ. ആ കൊച്ചു പെൺകുട്ടിയുടെ നില കുഴപ്പമില്ല, അവള് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സ്ത്രീയുടെ കേസിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായി. ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ നടാഷയും ഡസ്റ്റിനും കോൺലീസും വല്ലാത്തൊരു ഭയത്തോടു കൂടി ആ ഡോക്ടർ നോക്കിയതും ഡോക്ടർ അവരോടായി പറഞ്ഞു, ആ സ്ത്രീയുടെ ഗർഭപാത്രം പൊട്ടി കുട്ടി കൊല്ലപ്പെട്ടു, ഞങ്ങൾക്ക് അവരെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ അത് പറഞ്ഞതും ശരിക്കും ഒരു നടുക്കം ഡസ്റ്റിന് അനുഭവപ്പെടുകയാണ്. നെൽസൺ മരിക്കുന്ന നിമിഷത്തിൽ ഡസ്റ്റിനോട് ആവശ്യപ്പെട്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. അയാളുടെ മകളെയും ഭാര്യയും ഒരു ആപത്തും കൂടാതെ സംരക്ഷിക്കണേ എന്നാണ് നെൽസൺ ഡസ്റ്റിനോട് ആവശ്യപ്പെട്ടത്. നെൽസന് ഡസ്റ്റിൻ വാക്ക് കൊടുത്തതുമാണ്. പക്ഷെ ഇവിടെ ഇതാ ഡസ്റ്റിന്റെ കൺമുമ്പിൽ വെച്ച് സെസിലിയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ ആരോ വണ്ടി ഇടിച്ച് കൊന്നിരിക്കുകയാണ്. ഡസ്റ്റിന്റെ മുഖത്ത് ശരിക്കും വല്ലാത്തൊരു ദേഷ്യം പടർന്നു വരികയാണ്. അതേ മുഖഭാവമാണ് നടാഷയ്ക്കും. നടാഷയ്ക്ക് വേണ്ടിയാണ് നെൽസൺ അയാളുടെ ജീവൻ കളഞ്ഞത്. അക്കാര്യം നടാഷയ്ക്ക് നന്നായിട്ട് അറിയാം. ആ നെൽസന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ തനിക്ക് പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം നടാഷയുടെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ശരിക്കും അവർ രണ്ടുപേരും നടുങ്ങിപ്പോയിരിക്കുകയാണ്. കോൺലീസിന്റെ അവസ്ഥ ഏതാണ്ട് അതുപോലെ തന്നെയാണ്. കോൺലീസ് നെൽസനെ പരിചയപ്പെട്ടത് മുതൽ വല്ലാത്തൊരു അടുപ്പം കോൺലീസിന് നെൽസനോട് ഉണ്ടായിരുന്നു. ആ നെൽസന്റെ കുഞ്ഞാണ് ഇപ്പൊ ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കോൺലീസ് ഡസ്റ്റിനോട് പറഞ്ഞു, സർ റൈസ്, നമുക്ക് ഇതിനെ തിരിച്ചടിക്കണം. അങ്ങനെ കോൺലിയസ് പറഞ്ഞതും അകത്തേക്ക് ഹെക്ടറും റൂത്തും കടന്നു വന്നതും ഒരേ നിമിഷത്തിലാണ്. ഹെക്ടർ ശരിക്കും ഓടി വരികയാണ്. ഓടി വരുമ്പോ തന്നെ ഹെക്ടർ നടാഷയെ കണ്ടു. നടാഷയെ കണ്ടപ്പോ അയാളുടെ മുഖത്ത് ഒരു ആശ്വാസം ഉണ്ടായി. നടാഷയുടെ കാർ അപകടത്തിൽ പെട്ടു എന്ന് കേട്ടിട്ടാണ് റൂത്തും ഹെക്ടറും കൂടി അങ്ങോട്ട് ഓടി വന്നത്. ഏയ് നടാഷ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടുത്ത നിമിഷത്തിൽ തന്നെ നടാഷ ആ കാറിൽ അവളോടൊപ്പം ഉണ്ടായിരുന്ന സെസിലിയുടെ കാര്യം ഹെക്ടറോട് പറഞ്ഞപ്പോ ഹെക്ടർക്കും അതൊരു വല്ലാത്ത ഷോക്കാണ്. റൂത്തിനെ ശരിക്കും ആ വാർത്ത ഉലച്ചു എന്ന് തന്നെ പറയാം. കൊച്ചുകുട്ടികളോട് വല്ലാത്തൊരു അടുപ്പ് സൂക്ഷിക്കുന്ന ആളാണ് റൂത്ത് ഹാർമൺ. അവൾ ശരിക്കും ദേഷ്യത്തോടി ഡസ്റ്റിനോട് പറയുകയാണ്, റൈസ്, ഇത് ചെയ്ത് ആരാണെങ്കിലും അവർ വെറുതെ വിടരുത്. അങ്ങനെ റൂത്ത് പറഞ്ഞതും അകത്തേക്ക് 3-4 ആളുകൾ കടന്നു വന്നു. ആ കടന്നു വന്ന ആളുകളുടെ മുന്നിലുള്ളത് സാക്ഷാൽ ദയാലനാണ്. ദയാലൻ പരിഭ്രമിച്ച മുഖത്തോടു കൂടിയാണ് ഓടി നടാഷിന്റെ അടുത്ത് വന്നത്. ഏയ് നടാഷ, ഒന്നും പറ്റില്ലല്ലേ? ഏയ് ദയാലൻ, അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട, നീ വന്ന കാര്യം പറ. നടാഷയുടെ കാർ ആക്സിഡന്റ് ആയി അറിഞ്ഞിട്ട് ഓടി വരുമ്പോഴാണ് ദയാലൻ വന്നത്. പക്ഷെ ആദ്യത്തെ വാചകത്തിൽ തന്നെ നടാഷ കടന്നു കയറുകയും വന്ന കാര്യം പറയാൻ ദയാലനോട് പറയുകയും ചെയ്തപ്പോ ദയാലന്റെ മുഖത്ത് ഒരു മാറ്റം ഉണ്ടായി. ദയാലൻ ഹെക്ടർ നേരെ തിരിഞ്ഞിട്ട് ഹെക്ടറോട് പറഞ്ഞു, അങ്കിൾ, ഞാൻ വളച്ചുകിട്ടില്ലാതെ കാര്യം പറയാം. അങ്കിൾ ഹാർമൺ കുടുംബത്തിന്റെ ഹെഡായിരിക്കുമ്പോൾ അങ്കിളുടെ കൈവശം ഉണ്ടായിരുന്നതൊക്കെയും അങ്കിൾ സ്ഥാനം ഒഴിഞ്ഞപ്പോ അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. അങ്കിൾ എന്തേ ചെയ്യാത്ത? ദയാലൻ, നീ എന്താ അങ്ങനെ പറയുന്നത്? എല്ലാ കാര്യങ്ങളും ഞാൻ ഹാൻഡ് ഓവർ ചെയ്താണല്ലോ. അങ്കിൾ, എന്റെ മുന്നിൽ അങ്കിൾ അഭിനയിക്കുന്നു വേണ്ട. അങ്കിൾ ആ ട്രഷർ മാപ്പ് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ലല്ലോ. ഓ അതോ? ദയാലൻ, അത് ഒരു 6-7 വർഷം മുമ്പ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എങ്ങനെയോ മിസ്സായതാണ്. ഞാൻ അത് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കിൾ, എന്നോട് അങ്കിൾ വീണ്ടും കള്ളം പറയുകയാണ്. ആ മാപ്പ് അങ്കിളുടെ കൈവശമുണ്ടെന്ന് എനിക്കറിയാം. അങ്കിൾ ആ മാപ്പ് ഹാർമൺ കുടുംബത്തിന് മടക്കി കൊടുക്കുന്നില്ലെങ്കിൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഇനിയും സംഭവിക്കാം. ദയാലൻ അത് പറഞ്ഞതും റൂത്ത് ഏതാണ്ട് അലറുകയാണ്. ദയാലൻ, അപ്പൊ നീയാണ് എന്റെ ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചല്ലേ? ഏയ് റൂത്ത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് നന്നായി മനസ്സിലായി. നീ ഇത്ര താഴുമെന്ന് ഞാൻ കരുതിയില്ല. റൂത്ത് ഹാർമൺ അവളുടെ കസിന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞപ്പോ ശരിക്കും ഒരു ദേഷ്യം ഹെക്ടറുടെ മുഖത്ത് ഇരച്ചു കയറുകയാണ്. അയാളുടെ ബന്ധുക്കളായ ആ ഹാർമൺ കുടുംബത്തിലെ ആളുകൾ അയാളുടെ മകളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടത്തുമെന്ന് ഹെക്ടർ തീരെ കരുതിയിരുന്നില്ല. ഇപ്പൊ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നടാഷയെ കൊല്ലുക എന്നത് തന്നെയായിരുന്നു ആ ട്രക്ക് ഡ്രൈവറുടെ ലക്ഷ്യം. അയാളെ ആ ദൗത്യം ഏൽപ്പിച്ച ആളുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നടാഷയെ തന്നെയാണ്. ഭാഗ്യത്തിന് നടാഷയുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഹെക്ടർക്ക് സംഭവം മനസ്സിലാവുന്നുണ്ട്. ഹെക്ടർ ദയാലനോട് പറഞ്ഞു, ദയാലൻ, ഇത് ശരിയല്ല. നീ കൊല്ലാൻ ശ്രമിച്ചത് നിന്റെ കസിനെയാണ്. അത് ന്യായീകരിക്കാനാവില്ല. അങ്കിൾ എന്തായി പറയുന്നത്? ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്നോ? ഞാൻ ഒരു സൂചന നൽകിയെന്ന് മാത്രം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആ മാപ്പ് തിരിച്ചു നൽകുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ദയാലൻ പുറത്തേക്ക് നടക്കുകയാണ്. അയാൾ നടന്ന് വാതിലിനടുത്തെത്തിയതും ഒന്ന് തിരിഞ്ഞ് ഹെക്ടർ നോക്കി ഹെക്ടറോടായി പറഞ്ഞു, ആ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു, മറന്നുപോയത്. ഇന്നേക്ക് 5-ാം നാൾ കേറ്റും ടീലറും തമ്മിലുള്ള വിവാഹമുണ്ട്. നിനക്കും വരാം. നടാഷയും റൂത്തിനെയും ഹെക്ടറെയും ആ വിവാഹത്തിലേക്ക് ദയാലൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്.
ആ ഇൻവിറ്റേഷൻ നൽകി കഴിഞ്ഞതും ദയാലൻ പുറത്തേക്ക് ഇറങ്ങി. ഹെക്ടർ, റൂത്ത്, നടാഷ അവർ മൂന്നുപേരും ശരിക്കും ദേഷ്യത്തിലാണ്. ദേഷ്യത്തോടു കൂടി ദയാലൻ പോയ ഭാഗത്തേക്ക് അവർ മൂന്നുപേരും നോക്കുമ്പോഴാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ കുട്ടിയെ കണ്ടതും ഡസ്റ്റിനും നടാഷയും ഓടി ആ സ്ട്രെച്ചറിന്റെ അടുത്തെത്തി. അതിനകത്തുള്ളത് ഹെയ്ലിയാണ്. ഹെയ്ലി അവളുടെ അപകട ഘട്ടങ്ങളൊക്കെ തരണം ചെയ്തിരിക്കുകയാണ്. ഹെയ്ലിയുമായി ആ ടീം അവർ എടുത്തിരിക്കുന്ന മുറിയിലേക്ക് വന്നു. ഹെയ്ലിയെ ആ മുറിയിൽ കിടത്തി കഴിഞ്ഞപ്പോൾ ഹെയ്ലിയെ അവിടേക്ക് കൊണ്ടുവന്ന ആ ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫുകൾ അവരോട് പറഞ്ഞു, 5 മിനിറ്റിനകം സെസിലിയും ഞങ്ങൾ ഇവിടെ എത്തിക്കാം. രണ്ടുപേരെയും ഒരേ മുറിയിലാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. സെസിലിക്കുള്ള ബെഡും അവർ തയ്യാറാക്കിയിട്ടതിന് ശേഷമാണ് അവർ പോയത്. ആ കിടക്കി കിടക്കുന്ന ഹെയ്ലിയെ തന്നെ നോക്കി നിൽക്കുകയാണ് നടാഷയും ഡസ്റ്റിൻ റൈസും. അവർക്ക് ആ കുഞ്ഞിന്റെ ആ അവസ്ഥ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വളരെ മനോഹരമായി സംസാരിക്കുന്ന ഹെയ്ലി നടാഷയെ വളരെ ആകർഷിച്ചതാണ്. ആ ഹെയ്ലി ഇപ്പൊ ഇത് ദേഹം മുഴുവൻ പരിക്കുകളിലൂടെ വെച്ചുകെട്ടുകളിലൂടെ അങ്ങനെ കിടക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മുറിയിലേക്ക് സെസിലിയെ കൊണ്ടുവന്നു. സെസിലിയെ കിടക്കെ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ സെസിലിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. അവര് മയക്കത്തിലാണ്. ഒരു അരമണിക്കൂറുകൂടെ കഴിയുമ്പോൾ അവർ മയക്കം വിട്ട് ഉണരുമെന്നാണ് അവരെ അവിടെ കൊണ്ടുവന്ന് കിടത്തിയ നഴ്സിംഗ് അസിസ്റ്റന്റുകൾ നടാഷയോട് പറഞ്ഞത്. ആ അസിസ്റ്റന്റുകൾ പോയി കഴിഞ്ഞപ്പോൾ ഹെക്ടർ നടാഷയോട് ചോദിച്ചു, നടാഷ അവർ പ്രഗ്നന്റ് ആയിരുന്നില്ലേ, അവിടെ കുഞ്ഞെന്തേ? അച്ഛാ, അവരുടെ കുഞ്ഞു മരിച്ചു. നടാഷ അത് പറഞ്ഞതും സെസിലി കണ്ണു തുറന്നതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സെസിലി കേട്ടത്. സെസിലി കണ്ണു തുറക്കാൻ ഏകദേശം അരമണിക്കൂർ എടുക്കുമെന്നാണ് നേരത്തെ അവിടെ നിന്ന് പോയ നഴ്സിംഗ് സ്റ്റാഫുകൾ പറഞ്ഞതെങ്കിലും പെട്ടെന്ന് കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോൾ സെസിലി കണ്ണു തുറന്നു പോയതാണ്. കണ്ണു തുറന്ന സെസിലിയുടെ മനസ്സിലേക്ക് ആ കേട്ട കാര്യം ഒന്ന് ഉറച്ചതും അവൾ ഉറക്കെ കരഞ്ഞു. സെസിലിയുടെ കരച്ചിൽ കേട്ടാണ് സകലന്റെ ശ്രദ്ധ സെസിലിക്ക് തിരിഞ്ഞത്. സെസിലിയെ നടാഷയും ഡസ്റ്റിനും റൂത്തും കൂടി ശരിക്കും പാടുപെട്ടാണ് ആശ്വസിപ്പിക്കുന്നത്. അവളുടെ കരച്ചിൽ ഒന്ന് അടങ്ങിയപ്പോ സെസിലി ഡസ്റ്റിനോട് ചോദിച്ചു, ഹെയ്ലി എന്തേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവളിതാ അടുത്ത ബെഡിലുണ്ട്. ആ മുറിയിൽ തന്നെ രണ്ടുപേരുടെയും ബെഡ് ഒരുക്കാൻ ഡസ്റ്റിൻ റൈസ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് രണ്ടുപേരെയും ഒരേ മുറിയിലേക്ക് തന്നെ കൊണ്ടുവന്നത്. റൂത്തിനെ അവിടെ ആക്കിയിട്ട് ഡസ്റ്റിനും നടാഷയും ഹെക്ടറും കോൺലേസും കൂടി പുറത്തിറങ്ങി. അവർ മുറിയുടെ പുറത്തെത്തിയതും നടാഷ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത്? നടാഷ, കണ്ണിന് കണ്ണ് തന്നെയാണ് പകരമായി എടുക്കേണ്ടത്. ഡസ്റ്റിൻ റൈസ് അത് പറയുമ്പോൾ ശരിക്കും ഒരു വല്ലാത്ത ശാന്തത ഡസ്റ്റിന്റെ മുഖത്തുണ്ട്. നെൽസന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തത് ആരാണെങ്കിലും അവർ കണക്ക് പറയേണ്ടത് അവരുടെ ജീവൻ കൊണ്ടാണ്. അതാണ് ഡസ്റ്റിൻ പറഞ്ഞ വാചകം. ആ വാചകത്തിന്റെ അർത്ഥം ഹെക്ടർക്ക് നന്നായി മനസ്സിലായി. ഹെക്ടർ പക്ഷേ ഇപ്പോ ഒരു വല്ലാത്ത മൈൻഡ് സെറ്റിലാണ്. നെൽസന്റെ മകൾക്ക് പകരം കൊല്ലപ്പെടേണ്ടത് നടാഷ ആയിരുന്നു എന്നുള്ള കാര്യം ഹെക്ടർക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഡസ്റ്റിൻ പറഞ്ഞ ആ വാചകം സൃഷ്ടിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് തൽക്കാലം ആലോചിക്കാൻ ഹെക്ടർ തയ്യാറല്ല. ഹെക്ടറിന്റെ മനസ്സിലും പ്രതികാരം ഇങ്ങനെ കയറി വരികയാണ്. പിറ്റേന്ന് നേരം വെളുത്തു. രാവിലെ 9 മണി. ഹാർമൺ കുടുംബത്തിന്റെ മുൻവശം ശരിക്കും അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഗേറ്റ് മുതൽ അവരുടെ ബാങ്കറ്റ് ഹാൾ വരെ ചുവന്ന പരവതാനി വിധിച്ചിരിക്കുകയാണ്. ബാങ്കറ്റ് ഹാള് ശരിക്കും മനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. ഒരു വലിയ ആഘോഷം നടക്കാൻ പോകുന്നതിൻ്റെതായ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിരിക്കുകയാണ്. കോൺഫറൻസ് ഹാളിനകത്ത് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഹാർമൺ കുടുംബത്തിലെ ആളുകളാണ് ആ കോൺഫറൻസ് ഹാളിലെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. പണ്ട് ഹെക്ടർ ആ കുടുംബത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നപ്പോ ആ മീറ്റിംഗ് ഹാൾ ഏതാണ്ട് നിറഞ്ഞു കവിയുമായിരുന്നു. ഇപ്പോ അത്രയൊന്നും ആളില്ല. അതിന് പകുതി ആളെ ഉള്ളെന്ന് പറയാം. ട്രെന്റ് അധികാരമേറ്റതിന് ശേഷം അയാൾക്കൊപ്പം നിൽക്കാത്ത മുഴുവൻ ആളുകളെയും കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുടെ എണ്ണം കുറവാണ്. പക്ഷെ ഉള്ള ആളുകൾ മത്സരിച്ച് ട്രെന്റിനെ അടിച്ചു പുകഴ്ത്തുകയാണ്. ഇന്നാണ് ട്രെന്റ് ഔദ്യോഗികമായി ഹാർമൺ കുടുംബത്തിന്റെ തലപ്പത്തെത്തുന്ന ദിവസം. ട്രെന്റിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനലബ്ധിയെ ആളുകൾ ശരിക്കും പുകഴ്ത്തുകയാണ്. ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ജേക്കബാണ്. ജേക്കബ് ട്രെന്റിനോട് പറഞ്ഞു, ട്രെന്റ്, നിന്നെ പോലെ ഇത്രയും കഴിവുള്ള, ഇത്രയേറെ ആളുകൾ ബഹുമാനിക്കുന്ന, ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരാള് ഈ കുടുംബത്തിന്റെ തലപ്പത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു അഭിമാനമാണ്. ജേക്കബ് തുടങ്ങി വെച്ച കാര്യം മറ്റുള്ളവർ ആവർത്തിക്കുകയാണ്. സകലരും ട്രെന്റിനെ ഇങ്ങനെ അടിച്ചു പുകഴ്ത്തുകയാണ്. അതെങ്കിൽ അങ്കിളിനെ പോലെ ഒരാൾ ഈ കുടുംബത്തിന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ അത് എന്തുകൊണ്ടും നമ്മുടെ കുടുംബത്തിനെ യശസ് ഉയർത്തും. ദയാലനാണ് ആ വാക്യം പറഞ്ഞത്. ജേക്കബും ദയാലനും മാത്രമല്ല, ആ കുടുംബവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന സകലരും ട്രെന്റിനെ ഇങ്ങനെ അടിച്ചു പോഴ്ത്തുന്നതും ട്രെന്റിന് ശരിക്കും സന്തോഷം ഇങ്ങനെ വരികയാണ്. സന്തോഷം കൊണ്ട് പോത്തുറഞ്ഞ ട്രെന്റ് അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോ സത്യത്തിൽ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. ഓക്കെ, നമുക്ക് ഇനി ബാങ്കറ്റ് ഹാളിലേക്ക് പോകാം. അതിഥികളൊക്കെ എത്തി തുടങ്ങാറായി. അങ്ങനെ ട്രെന്റ് പറഞ്ഞതും എല്ലാവരും ആ കോൺഫറൻസ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കോൺഫറൻസ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങി അവർ
ബാങ്കറ്റ് ഹാളിലേക്കുള്ള ആ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു പരിചാരകൻ അങ്ങോട്ട് വന്നു. സാർ, അങ്ങേക്ക് നൽകാനായി ഒരു ഗിഫ്റ്റ് ഒരാളെ ഏൽപ്പിച്ചു. ഗിഫ്റ്റ് എന്ന് കേട്ടപ്പോൾ ട്രെൻഡിന് ശരിക്കും സന്തോഷം. ഒരു മനോഹരമായി അലങ്കരിക്കപ്പെട്ട ഒരു ബോക്സ് ആണ് ആ വ്യക്തി ട്രെൻഡിന്റെ കയ്യിലോട്ട് വെച്ചു കൊടുത്തത്. ട്രെൻഡ് ശരിക്കും സന്തോഷത്തോടുകൂടി ആ ബോക്സ് കൈ ഏറ്റുവാങ്ങി. എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയെ ആ ബോക്സിനെ കെട്ടിയിരിക്കുന്ന റിബൺ ട്രെൻഡ് അഴിച്ചു. ഒരു കാർഡ്ബോർഡ് പെട്ടിയാണ്. ആ കാർഡ്ബോർഡ് പെട്ടി ട്രെൻഡ് സാവധാനം തുറക്കുകയാണ്. ആ പെട്ടി തുറന്ന ട്രെൻഡ് ആ പെട്ടിക്കുള്ളിലേക്ക് നോക്കിയതും ട്രെൻഡിന്റെ കയ്യിൽ നിന്ന് ആ പെട്ടി താഴേക്ക് വീഴുകയാണ്. ശരിക്കും ഒരു അലർച്ച ആ സമയത്ത് ട്രെൻഡിന്റെ വായിന്ന് വരികയും ചെയ്തു. അമ്പരപ്പോടെ എല്ലാവരും ട്രെൻഡിനെയും താഴെ വീണ പെട്ടിയും നോക്കുമ്പോൾ പെട്ടിക്കകത്തുനിന്ന് ഒരു സാധനം ഉരുണ്ട് പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് ഉരുണ്ട് വന്ന സാധനത്തെ കണ്ട ആ ആൾക്കൂട്ടം ശരിക്കും ഒന്ന് വിറച്ചു എന്ന് പറയാം. രക്തം ഇറ്റിറ്റ് വീഴുന്ന ഒരു തലയാണ് ഇപ്പൊ അവരവിടെ കാണുന്നത്. ഏയ്, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ട് നീ തല ഇവിടെ കൊണ്ടുവന്നത്? സർ, ഒരാള് ഈ സമ്മാനം ഇവിടെ എത്തിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിക്കിട്ടു വന്നതാണ്. ഏയ്, നീ എന്തായി പറയുന്നത്? ആരെങ്കിലും തരുന്ന എന്തെങ്കിലും സാധനം സ്വീകരിച്ച് ഇവിടെ കൊണ്ട് വരികയാണ് നിന്റെ ജോലി. അത് ചെക്ക് ചെയ്യണ്ടേ? ഇപ്പൊ ആരെങ്കിലും ബോംബാണ് ഏൽപ്പിച്ചതെങ്കിലോ? ജേക്കബിന്റെ ചോദ്യത്തിൽ ഒരു അർത്ഥമുണ്ട്. സമ്മാനമാണെന്ന് കരുതി ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് ഉടനെ സ്വീകരിച്ച് ഹാർമൺ കുടുംബത്തിന്റെ ഹെഡിന്റെ കൈ കൊണ്ട് കൊടുക്കലല്ലോ ഈ സെക്യൂരിറ്റിക്കാരുടെ ജോലി. പക്ഷെ ഇവിടെ ഈ കൊണ്ടുവന്ന ആള് സെക്യൂരിറ്റിക്കാരനല്ല, അയാൾ അവിടുത്തെ കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ജോലിക്കാരനാണ്. ജേക്കബിന്റെ ചോദ്യം കേട്ടതും അയാള് ശരിക്കും നിന്ന് വിറയ്ക്കുന്നുണ്ട്. അയാൾക്കൊരു മറുപടിയില്ല. ഈ സമയത്ത് ദയാലിന്റെ കണ്ണുകൾ ആ തലയിൽ തന്നെയാണ്. മുന്നിൽ കിടക്കുന്ന തലയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്ന ദയാലൻ ജേക്കബിനോട് പറഞ്ഞു, അച്ഛാ, ഇയാളെ എനിക്കറിയാം. ദയാലൻ, ആരാ ഇയാൾ? അച്ഛാ, ഇയാള് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. ഇയാളെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിരുന്നു. ദയാലൻ, നീ പറഞ്ഞു വരുന്നത് ഈ കാര്യം നീയുമായി കണക്റ്റഡ് ആണെന്നാണോ? അതെ അച്ഛാ, ഇത് എന്നെ ഉദ്ദേശിച്ചുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ട്രെൻഡിന് നേരെ തിരിഞ്ഞു. അങ്കിൾ, ഈ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അങ്കിള് ബാങ്കറ്റ് ഹാളിലേക്ക് വെക്കൂ. അങ്ങനെ ദയാലൻ പറഞ്ഞതും ട്രെൻഡ് അടുത്ത് കിടക്കുകയായിരുന്ന ആ തലയിൽ ഒരു തട്ട്, ആ തല തെറിച്ച് കുറച്ച് ദൂരേക്ക് പോയി വീണു. ഈ സമയത്ത് ബാങ്കറ്റ് ഹാളിൽ ഏകദേശം ആ ഹാളിന്റെ പുറകിലായി ഒരു ടേബിളിനടുത്ത് സാക്ഷാൽ ഡസൻ റൈസ് ഇരിക്കുകയാണ്. ആ ടേബിളിൽ ഡസൻ മാത്രമേ ഉള്ളൂ. ബാക്കി ടേബിളിലൊക്കെ ഏതാണ്ട് ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. ഡസന് ഒറ്റയ്ക്ക് ആ ടേബിളിനടുത്ത് ഇരിക്കുന്ന കണ്ടതും ഒരു ചെറുപ്പക്കാരനും രണ്ട് ചെറുപ്പക്കാരികളും ഡസന് അടുത്തേക്ക് വന്നു. ഹലോ, ഞങ്ങൾ കൂടി ഇവിടെ ഇരുന്നോട്ടെ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചതും ഡസൻ അവരോട് ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നതും ആ ചെറുപ്പക്കാരൻ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ക്രീക്കാണ്. ക്രീക്ക് സ്വയം പരിചയപ്പെടുത്തിയതും ആ ചെറുപ്പക്കാരികളും അവരുടെ പേര് പറഞ്ഞു. ഞാൻ മിരാൻഡ. ഞാൻ ലൈവ. നിങ്ങളുടെ പേര്? ഏയ്, നമ്മളിപ്പോ കണ്ടതല്ലേ ഉള്ളൂ. പേരൊന്നും പറഞ്ഞ് പരിചയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഡസൻ അവരെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ആ ബാങ്കറ്റ് ഹാളിലേക്കുള്ള വാതിൽക്കിലേക്ക് നോക്കിക്കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഡസന്റെ ആ ആറ്റിറ്റ്യൂഡ് ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും തീരെ അങ്ങോട്ട് ഇഷ്ടമായില്ല. മിരിന്റെ ആയാലും ലൈവ ആയാലും ക്രീക്ക് ആണെങ്കിലും വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചത്. പക്ഷെ അയാൾ തികഞ്ഞ അവഗണനയാണ് അവർക്ക് കൊടുക്കുന്നത്. ലൈവ ഡസനോട് പറഞ്ഞു, ഏയ്, നിങ്ങളെന്താ ഇത്ര ദാഷ്ട്യത്തോട് പെരുമാറുന്നത്? നിങ്ങൾ ആരെന്ന് കരുതിയാ ഇങ്ങനെ പെരുമാറുന്നത്? മിരിഡ ശരിക്കും ദേഷ്യത്തോട് തന്നെ ഡസനോട് പറയുകയാണ്, ഏയ്, നിങ്ങൾ ആരായാലും ഇത്രയും അഹങ്കാരം പാടില്ല. ഒരു പേര് ചോദിക്കുമ്പോൾ പേര് പറയാനുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കേണ്ടതാണ്. ക്രീക്ക് മിരിഡയ്ക്കും ലൈവിനൊപ്പം ഡസനോട് പറഞ്ഞു, മിസ്റ്റർ, ഒരു ഗ്രൂപ്പിൽ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അവർ മൂന്ന് പേരും കൂടി ഡസനെ ശരിക്കും കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡസന്റെ കണ്ണുകൾ കൃത്യമായും ആ വാതിൽക്കിൽ തന്നെയാണ്. ഡസൻ അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നതേയില്ല. ഡസൻ ആ വാതിൽക്കിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് വാതിൽ വഴി ഹാർമൺ കുടുംബത്തിലെ ആ ആതിഥേയർ കടന്നു വരുന്നത്, ആ ഹാളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ കാണുന്നത്. ആ ടീമിന്റെ ഏറ്റവും മുന്നിൽ സാക്ഷാൽ ദയാലനാണ്. ദയാലിന്റെ പുറകിലായി ജേക്കബും, ജേക്കബിന്റെ പുറകിലായി ട്രെൻഡും ഒക്കെയാണ്. ഒരു വൻ ടീം തന്നെ കൂടെ ഉണ്ടെന്ന് അർത്ഥം. ട്രെൻഡ് ഹാർമൺ കുടുംബത്തിന്റെ തലപ്പത്തേക്ക് കിടക്കുന്ന ആ ദിവസം വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ അവർ തീരുമാനിച്ചത് അറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെയാണ് ആ ബാങ്കറ്റ് ഹാളിലുള്ളത്. പ്രമുഖരായ അനവധി ആളുകളെ അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു അർത്ഥം. പുതിയ ഹാർമൺ തലവനെ കാണാനും പരിചയപ്പെടാനും അവരുടെ അടുപ്പം സമ്പാദിക്കാനുമായി ഒത്തിരിയേറെ ആളുകൾ അവിടെ എത്തിയിരിക്കുന്നു അർത്ഥം. എല്ലാവരും അടിപൊളി ഗിഫ്റ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അകത്തേക്ക് കടന്നു വരുന്ന ദയാലിനെ കണ്ടതും മിരിഡ പറഞ്ഞു, ഹേയ്, ആ ദയാലിനെ നോക്കി. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ മിൽസ്ബർഗിൽ മിസ്റ്റർ ടൈലർ കഴിഞ്ഞാൽ അടുത്ത പ്രമുഖൻ ഈ ദയാലൻ തന്നെയാണെന്നാണ്. ദയാലൻ ഇപ്പൊ തന്നെ ഒരു ഡിവൈൻ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. അയാൾ ഈ നാടിന്റെ അഭിമാനമാണ്. അത് കേട്ടതും ലൈവ് പറഞ്ഞു, അതെ അതെ, ദയാലൻ കാണാനും നല്ല രസമാണ്. ദയാലൻ ഒരു സുമുഖം തന്നെയാണ്. അക്കാര്യം മിരിഡയും ലൈവയും ഒരുപോലെ പറയുകയാണ്. അവരങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ദയാലൻ ഹാളിനകത്തേക്ക് കടന്നു കഴിഞ്ഞു. ദയാലൻ ഹാളിനകത്തേക്ക് കടന്നപ്പോൾ ഡസൻ ടേബിളിനടുത്ത് നിന്ന് എണീക്കുന്നത് ആ പെൺകുട്ടികളും ക്രീക്കും കണ്ടു.
ടേബിളിനടുത്ത് നിന്ന് എണീറ്റ ഡസ്റ്റിൻ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന കുപ്പി കയ്യിലെടുക്കുന്നതും അവിടെ ശ്രദ്ധയപ്പെട്ടു. ഹേയ്, നീ എന്താണോ ഇപ്പോഴേ പൊട്ടിക്കാൻ പോണോ? അങ്ങനെ ക്രീക്ക് ചോദിച്ചപ്പോ ഡസ്റ്റിൻ ഉറക്കെ ദയാലനെന്ന് വിളിച്ചു. ദയാലൻ ഹാർമൺ! ഉറക്കെ ദയാലൻ ഹാർമൺ എന്നുള്ള വിളി കേട്ടതും ആ ബാങ്കറ്റ് ഹാളിന്റെ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ദയാലൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ദയാലൻ തിരിഞ്ഞതും ഒരു ബിയർ ബോട്ടിൽ വന്ന് അയാളുടെ നെറ്റി പതിച്ചതും ഒരേ നിമിഷത്തിലാണ്. വളരെ കൃത്യമായി ശരവേഗതയിൽ ഒരു ബിയർ ബോട്ടിൽ പറന്നു വന്ന് അയാളുടെ തലയിൽ ഇടിക്കുകയായിരുന്നു. ആ ബിയർ ബോട്ടിൽ അയാളുടെ നെറ്റിയിൽ ഇടിച്ചതും ബോട്ടിൽ പൊട്ടി. ബിയർ അയാളുടെ മുഖം മുഴുവനായി. അയാളുടെ മുഖത്തുകൂടി ഡ്രസ്സിന്റെ പുറത്തേക്ക് ആ ബിയർ ഇങ്ങനെ നുരഞ്ഞിറങ്ങുകയാണ്. ഈ കാഴ്ച ദയാലിനൊപ്പമുള്ള ആളുകളെ ശരിക്കും അമ്പരപ്പിച്ചെങ്കിൽ ഞെട്ടിച്ചിരിക്കുന്നത് ഡസ്റ്റിന്റെ അടുത്തിരിക്കുന്ന ക്രീക്കിനെയും ലൈവിയും മെരിഡയുമാണ്. അവരുടെ അടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ബിയർ ബോട്ടിൽ എടുക്കുന്നതും വലിച്ചെറിയുന്നതും അവർ കണ്ടതാണ്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രംഗമാണ് സംഭവിച്ചിരിക്കുന്നത്. ഹാർമൺ കുടുംബത്തിന്റെ ആ ബാങ്കറ്റ് ഹാളിനകത്ത് വന്ന് ബ്ലാക്ക് പാന്തർ കാവലറിയിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനായ ഡിവൈൻ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് കൂടിയായ ദയാലിനെ ഒരാൾ ബിയർ ബോട്ടിൽ കൊണ്ട് എറിയുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. പക്ഷെ അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരു നിമിഷം ദയാലിനും ഒന്ന് അമ്പരന്നു. അപ്പോഴാണ് ദയാലൻ ഡസൻ റൈസിനെ കണ്ടത്. ഡസൻ, നീയായിരുന്നു? അങ്ങനെ ദയാലൻ ചോദിക്കുമ്പോൾ ഡസൻ അവന്റെ ടേബിളിനടുത്തുനിന്ന് ദയാലിന് നേരെ നടക്കുകയാണ്. നടന്നുകൊണ്ട് ഡസൻ ദയാലിനോട് പറഞ്ഞു, ദയാലൻ, നിന്റെ അന്ത്യം ഇന്ന് ഇവിടെ സംഭവിക്കും. ആ ഹാളിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഞെട്ടിപ്പിച്ച വാചകമാണ് ഡസൻ റൈസ് പറഞ്ഞത്. ഡസനെ അവരിൽ പലർക്കും അറിയത്തില്ല. ഒരു ചെറുപ്പക്കാരൻ ഹാർമൺ കുടുംബത്തിന്റെ ഫംഗ്ഷനിടയിൽ കടന്നു വന്നിട്ട് അവിടുത്തെ പ്രമുഖനായ ദയാലൻ ഹാർമൺ നോക്കി പറയുകയാണ് അവന്റെ അന്ത്യം ഇന്നാണെന്ന്. ഡസൻ റൈസ് പറഞ്ഞത് കേട്ടതും ദയാലിനും കൂടുതലുള്ള ആളുകളൊന്ന് പൊട്ടിച്ചിരിച്ചു. നിനക്കെന്തോടെ വട്ടായോ? അങ്ങനെ ദയാലൻ ചോദിക്കുമ്പോൾ ഡസൻ നടന്ന് ദയാലിന്റെ അടുത്തെത്താറായി. ഡസനെ നോക്കി ദയാലൻ ചോദിച്ചു, നീ എന്താ മരിക്കാൻ തയ്യാറായി എത്തിയിരിക്കുകയാണോ? അങ്ങനെ ദയാലൻ ചോദിച്ചതും ട്രെന്റ് അയാളുടെ കൂടെയുള്ള ബോഡി ഗാർഡുകളോട് പറഞ്ഞു, എന്തിനാ നോക്കി നിൽക്കുന്നത്, അവരെ പിടിച്ചു കേട്ട്. ട്രെന്റ് എന്ന് പറഞ്ഞതും ദയാലൻ കൈ ഉയർത്തി ട്രെന്റിനെ തടഞ്ഞു. എങ്കിൽ അത് വേണ്ട, ഇവൻ എന്നോട് മത്സരിക്കാനാ വന്നത്. ഇവനെ നമുക്ക് ഗാർഡുകൾ വെച്ച് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവനെ നേരിടാൻ ഞാൻ മതി. ഡസൻ, നീ ഒരു അസാധ്യ കഥാപാത്രമാണ്. എന്റെ കൈകൊണ്ട് മരിക്കാനാണ് നിനക്ക് യോഗം. അത് നിന്റെ ഒരു ഭാഗ്യത്തെ കാണിക്കുന്നത്. അപൂർവം ആളുകൾക്കാണ് അത്തരം ഭാഗ്യം ലഭിക്കുക. എന്തായാലും നിന്നെ ഞാൻ അനുമോദിക്കുകയാണ്. ദയാലന്റെ കൈകൊണ്ട് മരിക്കാൻ ഡസൻ റൈസിന് ലഭിച്ചിരിക്കുന്ന ആ ഭാഗ്യത്തിൽ ഡസനെ അഭിനന്ദിക്കാൻ ദയാലൻ കാണിച്ച ആ മനസ്സ് സ്വാഭാവികമായിട്ടും ആ ഹാർമൺ കുടുംബത്തിലെ ആളുകൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവർ ദയാലിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ദയാലൻ ഒരു വലിയ മനസ്സുള്ള ആളാണ്. ആളുകൾ ഉറക്കെ പറയുകയാണ്, ഡസൻ, എന്താ നിന്റെ ഉദ്ദേശം? ദയാലൻ, നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. നീ ഒരാളുടെ ജീവൻ എടുത്തിരിക്കുകയാണ്. അതിന് നീ കണക്ക് പറയണം. അങ്ങനെ ഡസൻ റൈസ് പറഞ്ഞതും ദയാലൻ കൈ ഒന്ന് വിടർത്തി. ഓഹോ, അങ്ങനെയാണോ? ഞാൻ നിന്നോട് കണക്ക് പറയണമല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൻ കൈ വിടർത്തുന്നത്. ദയാലന്റെ ആക്ഷൻ ജേക്കബിനെ അങ്ങ് സുഖിച്ചു. അയാളുടെ മകൻ ഒരു ഡിവൈൻ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. ബ്ലാക്ക് പാന്തർ ആർമിയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളുമാണ്. ഡെപ്യൂട്ടി ജനറൽ തസ്തികയിൽ എത്തി നിൽക്കുകയാണ്. അയാൾ ജനറൽ ആകുന്ന കാലം അതിവിദൂരമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ജേക്കബിന് മകൻ ദയാലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും സന്തോഷം വരും. ചിരിച്ചുകൊണ്ട് ജേക്കബ് കാര്യങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ദയാലൻ ഡസനോട് പറഞ്ഞു, എന്താ ഇടിക്കുന്നില്ലേ? അത് കേട്ടതും ഡസൻ കൈ നിവർത്തി ദയാലിന്റെ ഒരു ഒറ്റ ഇടി. ദയാലിന്റെ നേരെയുള്ള ഡസന്റെ ആ ഇടി കണ്ടതും ദയാലൻ കൈ നിവർത്തി ആ പഞ്ചൊന്ന് തടുക്കുകയാണ് വിരലുകൊണ്ട്. ശരിക്കും ഒരു കൊച്ചുകുട്ടിയുടെ കൈ തടുക്കുന്ന അതേ രീതിയിലാണ് ദയാലൻ കൈ നിവർത്തി ഡസന്റെ കൈ ഒന്ന് പിടിക്കുന്നത്. വിരലുകൊണ്ട് ഡസന്റെ കൈ അങ്ങ് പിടിക്കുകയാണ്. ഡസൻ റൈസിന്റെ കൈ ദയാലിന്റെ ആ വിരലുകൾ സ്പർശിച്ചതും ദയാലൻ പുറകോട്ട് തെറിച്ചു. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ദയാലൻ പുറകിൽ നിൽക്കുന്ന ആളുകളുടെ തലയ്ക്ക് മുകളിലൂടെ ആ ഹാളിലെ ഒരു തൂണിൽ ചെന്നിടിച്ച് താഴേക്ക് വീണു. ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു രംഗമാണ് അവിടെ ഉണ്ടായത്. ദയാലൻ ഹാർമൺ കുടുംബത്തിന്റെ ഒരു അഭിമാനമാണ്. അയാളെയാണ് ഡസൻ റൈസ് ഒറ്റ പഞ്ചിന് ഇടിച്ചു തെറിപ്പിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ആ നിമിഷത്തിൽ അവർ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ഡസൻ റൈസ് ദയാലിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ദയാലിന്റെ തൊട്ടടുത്തെത്തിയ ഡസന്റെ വലത് കൈയിൽ ഇപ്പോ ദയാലിന്റെ ഒരു കാലുണ്ട്. ദയാലിൻ തറയിൽ കിടക്കുകയാണ്. തറയിൽ കിടക്കുന്ന ദയാലിന്റെ ഒരു കാലിൽ പിടിച്ച് ഡസൻ പുറത്തേക്ക് നടക്കുകയാണ്. ഇതൊക്കെ അതിവേഗതയിലാണ് സംഭവിച്ചത്. ഡസൻ റൈസിന്റെ ആ പഞ്ചിനെ ശരിക്കും തമാശയോടെ കണ്ട ദയാലിനെ ഇതാ കാലിൽ തൂക്കി തറയിൽ കൂടെ വലിച്ചുകൊണ്ട് ഡസൻ പുറത്തേക്ക് നടക്കുകയാണ്.
ഡസ്റ്റിനോട് നേരത്തെ സംസാരിച്ച ലൈവയും മിരിന്റെയും ക്രീക്കും അക്ഷരാർത്ഥത്തിൽ വാ പൊളിച്ച് നിൽക്കുകയാണ്. അവരുടെ വായ്ക്കുഴി ഇപ്പൊ വേണമെങ്കിൽ ഒരു മുട്ട കയറിപ്പോവും. ആ ശൈലിയിൽ വാ പൊളിച്ച് നിൽക്കുകയാണ് അവർ. അവർക്ക് അങ്ങോട്ട് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത്. ഒരു നിമിഷം ഹാർമൺ കുടുംബത്തിലെ ആ കാരണവന്മാരൊക്കെ സ്തംഭിച്ചു പോയെങ്കിലും അടുത്ത നിമിഷത്തിൽ ട്രെന്റ് ഉറക്കെ അയാളുടെ ഗാർഡുകളോട് പറഞ്ഞു, തടുക്കവരെ. കേൾക്കേണ്ട താമസം അനവധി ഗാർഡുകൾ വാതിലിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ഡസ്റ്റിന്റെ മുന്നിലേക്ക് വന്നു. ഇപ്പോ ആ ഹാളിന്റെ പല വാതിലുകൾ വഴി ആളുകൾ പുറത്തേക്ക് ചാടുകയാണ്. കളി ഹാളിന് പുറത്തെത്തിയെന്നർത്ഥം. ഡസ്റ്റിൻ ദയാലിനെ വലിച്ചുകൊണ്ട് ആ ബാങ്കറ്റ് ഹാളിന് പുറത്ത് ആ ചുവന്ന കാർപ്പറ്റ് വഴി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഡസ്റ്റിന് മുന്നിലേക്ക് ആ ബോഡി ഗാർഡുകൾ വന്നത്. ആ ബോഡി ഗാർഡിന്റെ കയ്യിലേക്ക് ഗണ്ണുണ്ട്. ഡസ്റ്റിനെ വെടിവെച്ചിടാനാണ് അവരുടെ ലക്ഷ്യം. ഡസ്റ്റിന് നേരെ അവർ ഗണ്ണ് ഉയർത്തിയതും ട്രെന്റ് അവരോട് പറഞ്ഞു, ഷോട്ട്. കേൾക്കേണ്ട താമസം അവന്മാർ വെടിയുതിർത്തു. അവന്മാർ വെടിയുതിർത്ത ആ നിമിഷത്തിൽ തറയിൽ കിടക്കുകയായിരുന്ന ദയാലൻ ഡസ്റ്റിന് തൊട്ടു മുമ്പിലുണ്ട്. ഹാർമൺ കുടുംബത്തിലെ ആ ബോഡി ഗാർഡുകളുടെ വെടിയുണ്ടകൾ ആദ്യം കയറിയത് ദയാലിന്റെ ശരീരത്തിലാണ്. 3 ബുള്ളറ്റുകൾ ദയാലിന്റെ ശരീരത്തിലേക്ക് കയറിയതും ട്രെന്റ് ഉറക്കെ പറഞ്ഞു, വെടി ഉതിർത്ത് കഴിഞ്ഞതും ബോഡി ഗാർഡുകൾക്കും ആ കാര്യം മനസ്സിലായി. അവർ വെടിവെക്കുന്നത് ദയാലിനെയാണ്. ദയാലിന്റെ പുറകുവശത്താണ് വെടിയേറ്റത്. വെടിയേറ്റ ഭാഗത്ത് നിന്ന് രക്തം ഒലിച്ചു തുടങ്ങി. ശരിക്കും ഈ സമയത്ത് ദയാലിന് ബോധം മടങ്ങി വന്നു. ഡസ്റ്റിന് ഒറ്റയിടിയിൽ ബോധം പോയ ദയാലൻ ശരിക്കും അമ്പരം നീക്കുകയാണ്. അയാളുടെ പുറത്ത് 3 വെടിയുണ്ടകളാ കയറിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ദയാലിനെ കൊണ്ട് മനസ്സിലായിട്ടില്ല. ഇപ്പോ ദയാലിന്റെ ഷോൾഡറിൽ പിടിച്ചിരിക്കുകയാണ് ഡസ്റ്റിൻ റൈസ്. ഡസ്റ്റിൻ, നീ എന്നെ ചെയ്യാൻ പോകുന്നു? ദയാലൻ, ഞാൻ പറഞ്ഞു, നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. ആശുപത്രി കിടക്കുന്ന സെസിലിയുടെ അടുത്തേക്ക് ദയാലിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഡസ്റ്റിൻ റൈസിന്റെ ടാർഗറ്റ്. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്നു? നീ എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ ദയാലൻ ചോദിച്ചതും അനവധി ഗാർഡുകൾ ആ തോക്കുധാരികൾക്ക് സപ്പോർട്ടായി എത്തുകയാണ്. ഡസ്റ്റിനെ വളയുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. വന്ന ആളുകൾ ഗൺ എടുക്കാൻ തുടങ്ങിയതും ഡസ്റ്റിൻ അയാളുടെ വലത് കൈ ഒന്ന് വീശുകയാണ്. എന്താണ് സംഭവിച്ചെന്ന് ആർക്കും ഒരു പിടിയില്ല. ഗൺ എടുക്കാൻ അവർ ശ്രമിച്ച കാര്യം എല്ലാവരും കണ്ടതാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആ തോക്ക് കൈവശമുണ്ടായിരുന്ന ആളുകൾ താഴെ വീണ് കഴിഞ്ഞു. ഡസ്റ്റിന്റെ വലത് കൈയുടെ ആ വീശലിൽ ഒരു പ്രകാശം കയ്യിൽ നിന്ന് ഉണ്ടായതുപോലെ ഒരു തോന്നൽ പലർക്കും ഉണ്ട്. കയ്യിൽ നിന്ന് ബുള്ളറ്റുകൾ പോലെ നീഡിലുകൾ പാഞ്ഞതാണെന്ന് ആ നീഡിലുകൾ തറച്ചവർക്കും മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ശരിക്കും ഇപ്പോ ജനം ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അവർ കരുതിയതുപോലെ ഒരു കക്ഷിയല്ല ഈ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ പേര് ഡസ്റ്റിൻ റൈസ് ആണെന്ന് ദയാലിന്റെ മറുപടിയിൽ നിന്ന് അവരൊക്കെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ദയാലൻ മാത്രമല്ല, ട്രെന്റും ജേക്കബും ഒക്കെ ഡസ്റ്റിൻ എന്ന് വിളിച്ചത് അവർ കേട്ടതാണ്. ഒരു ഭയം ഹാർമൺ കുടുംബത്തിലെ പലർക്കും ഉണ്ട്. ഈ നിമിഷത്തിൽ ജേക്കബ് ട്രെന്റിനോട് പറഞ്ഞു, ട്രെന്റ്, ഷാഡോ ഗാർഡുകളെ വിളിക്കും. അയാൾക്ക് അയാളുടെ മകനെ രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ജേക്കബ് അങ്ങനെ ട്രെന്റിനോട് ആവശ്യപ്പെട്ടത്. ജേക്കബിന്റെ ആവശ്യം കേട്ടതും ട്രെന്റ് ഉറക്കെ ഷാഡോ ഗാർഡുകൾക്ക് ആജ്ഞ കൊടുത്തു. ഷാഡോ ഗാർഡ്സ്, കം ഓൺ. കേൾക്കേണ്ട താമസം ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും പല ഭാഗത്തുനിന്നുമായി ഒരു കൂട്ടം യോദ്ധാക്കൾ ഡസ്റ്റിൻ റൈസിനെ അങ്ങ് വളഞ്ഞു. 40ഓളം പേര് വരുന്ന ഒരു ടീമാണ് ഇപ്പോ ഡസ്റ്റിനെ വളഞ്ഞത്. ഡസ്റ്റിൻ ദയാലൻ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഷാഡോ ഗാർഡുകൾ അവരുടെ ചുറ്റും വളഞ്ഞപ്പോ ദയാലൻ ഒന്ന് ചിരിച്ചു. തന്നെ വളഞ്ഞിരിക്കുന്ന ആ ഷാഡോ ഗാർഡുകളെ നോക്കി ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, നോക്ക്, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു കണക്കും ചോദിക്കാനില്ല. ഞാൻ ഇവനെ കൊണ്ടുപോകാനാ വന്നത്. എന്നെ തടയാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളെ എനിക്ക് കൊല്ലേണ്ടി വരും. ശരിക്കും ഒരു ഭീഷണിയാണ് ഡസ്റ്റിൻ റൈസ് അവിടെ ഉയർത്തിയിരിക്കുന്നത്. ഡസ്റ്റിന്റെ ഭീഷണി കേട്ടതും ഹാർമൺ കുടുംബാംഗങ്ങൾ ഒരു ചിരിച്ചു. ഷാഡോ ഗാർഡുകൾ ഹാർമൺ കുടുംബത്തിന്റെ ഒരു അഭിമാന ഘടകമാണ്. ആ ഷാഡോ ഗാർഡുകളെ എതിരിട്ട് ജയിക്കാൻ ഡസ്റ്റിൻ റൈസിന് പറ്റില്ല എന്ന് 100% ഉറപ്പാണ്. നിങ്ങളുടെ ഈ ഷാഡോ ഗാർഡുകളെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ചിരിക്കുന്നതെങ്കിൽ ആ ചിരി വേണ്ട, എനിക്കും ആളുണ്ട്. ഡസ്റ്റിൻ റൈസ് അങ്ങനെ പറഞ്ഞതും ഒരു കൂട്ടം ആളുകൾ അകത്തേക്ക് കയറി. ശരിക്കും ആ കൂട്ടം ഒരു വലിയ കൂട്ടമാണ്. വന്നത് കിരിൻ ഗ്യാങ്ങിലെ ആളുകളാണ്. ഏറ്റവും മുമ്പിൽ സക്ഷൽ കോർലിയസ് ഉണ്ട്. 40ഓളം വരുന്ന ആ ഷാഡോ ഗാർഡുകൾ ഇപ്പോ ശരിക്കും വിറച്ചു തുടങ്ങി എന്ന് പറയാം. കാരണം വന്നവരുടെ എണ്ണം അവരെക്കാൾ 5 ഇരട്ടിയാണ്. ഏകദേശം 200ഓളം ആളുകളാണ് അകത്തേക്ക് വന്നത്. കണ്ടാൽ തന്നെ അറിയാം അവന്മാർ ഗുണ്ടകളാണ്. ഗുണ്ടകളുടെ ഏറ്റവും മുന്നിൽ നടന്നു വന്ന കോർലിയസ് ഡസ്റ്റിന് അടുത്ത് വന്ന് ഡസ്റ്റിനെ വണങ്ങുകയാണ്. സർ റൈസ്, അങ്ങനെ ടീം ഇതാ എത്തിക്കഴിഞ്ഞു. വന്നിരിക്കുന്നത് കിരൺ ഗ്യാങ്ങിന്റെ ആളുകളാണെന്ന് അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ആ കിരൺ ഗ്യാങ്ങിന്റെ ലീഡർ പോലെയുള്ള ആള് വന്ന് ഡസ്റ്റിനെ സംബോധന ചെയ്ത ആ വാക്കുകൾ ശരിക്കും ഹാർമൺ കുടുംബത്തിനെ അമ്പരപ്പിക്കുകയും ഞെട്ടിക്കുകയാണ്.
ഡസ്റ്റിനും കിരൺ ഗാങ്ങും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ചോദ്യം ഹാർമൺ കുടുംബത്തിലെ പലരുടെയും മനസ്സിലേക്ക് വന്നതും കോൺലിയസ് തന്നെ മറുപടി പറഞ്ഞു. നോക്കേ, ഞങ്ങളുടെ ടീം ലീഡർ സർ ഐസിനെ തൊടാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അവരെ ഞങ്ങൾ അവസാനിപ്പിക്കും. ഞങ്ങളുടെ ടീം ലീഡർ സർ ഐസ്, അതാണ് കോൺലിയസ് ഉപയോഗിച്ച വാചകം. കിരൺ ഗ്രൂപ്പ് ഇപ്പോ മിൽസ്ബർഗിൽ എല്ലാവരും അറിയുന്ന ഒരു അണ്ടർവേൾഡ് ഗ്യാങ് ആണ്. മിൽസ്ബർഗിലെ ഫാബുലസ് ഫൈവിനേക്കാൾ ശക്തമാണ് കിരൺ ഗ്യാങ് എന്ന് എല്ലാവർക്കും അറിയാം. നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒരുപോലെ ചെയ്യുന്നവരാണ് കിരൺ ഗ്യാങ്. കിരൺ ഗ്യാങ് അനവധി ആക്ടിവിറ്റീസുകൾ കൺട്രോൾ ചെയ്യുന്നവരാണ്. ബാങ്കിങ് ആക്ടിവിറ്റീസും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും ഹോട്ടലുകളും ഇപ്പോ കിരൺ ഗ്യാങ്ങിന് പങ്കാളിത്തമുള്ള സംഭവങ്ങളാണ്. അവരോട് എതിരിടാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. ആ കിരൺ ഗ്യാങ്ങിന്റെ തലവനാണ് സാക്ഷാൽ ഡസ്റ്റിൻ റൈസ്. ആ യാഥാർത്ഥ്യമാണ് ഇപ്പോ ഹാർമൺ കുടുംബാംഗങ്ങൾ അറിയുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത കേട്ട ഞെട്ടലാണ് ജേക്കബിനും ദയാലിനും അതുപോലെ എല്ലാവർക്കും ഉള്ളത്. അവരങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുമ്പോൾ അനവധി വാഹനങ്ങൾ ആ ഗേറ്റിന് പുറത്ത് ചവിട്ടി നിർത്തുന്ന ശബ്ദം അവരൊക്കെ കേട്ടു. മറ്റാരോ അകത്തേക്ക് വരികയാണ്. ഒരു വലിയ ടീമുമായി അകത്തേക്ക് ഓടിക്കേറി വന്നത് സാക്ഷാൽ കെയ്റ്റ് ഹാർമൺ ആണ്. കെയ്റ്റിനൊപ്പമുള്ള ടീമിനെ കണ്ടപ്പോൾ ഹാർമൺ കുടുംബാംഗങ്ങൾക്ക് ശരിക്കും സന്തോഷം. കെയ്റ്റിനൊപ്പമുള്ളത് ഗ്രാൻഡ് കുടുംബത്തിന്റെ ടീമാണ്. കെയ്റ്റ് അതിവേഗം മുന്നോട്ട് വരികയാണ്. ഓടി മുന്നോട്ട് വന്ന കെയ്റ്റ് ട്രെന്റിനോട് പറഞ്ഞു, അച്ഛാ ഞാൻ എത്തി. മോളെ നീ സമയത്തെത്തി, അത് നന്നായി. ഏയ് ദയാലൻ, എന്താ ഇത്? കെയ്റ്റ്, ഈ ഡസൻ എന്നെ തടവിൽ പിടിച്ചിരിക്കുകയാണ്. ഡസൻ, കളി ഇവിടെ നിർത്തണം. ഡസൻ, ഇനി കളി തുടർന്നാൽ നീ ജീവനോട് ഇവിടുന്ന് പോവില്ല. കെയ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് അവളുടെ പുറകിൽ നിൽക്കുന്ന ഗ്രാൻഡ് ഫാമിലിയിലെ ആ ബോഡി ഗാർഡുകളെ ഒന്ന് നോക്കി. ഏകദേശം 100ഓളം വരുന്ന ആ ബോഡി ഗാർഡുകൾ അതിശക്തരാണ്. അവിടെ മുമ്പിൽ അതിശക്തരായ 2 ലീഡേഴ്സുമുണ്ട്. ആ ലീഡർമാരിൽ ഒരാൾ ഡസ്റ്റിൻ നോക്കി ഡസ്റ്റിനോട് പറഞ്ഞു, നോക്കേ, ഞാൻ 3 പേരെ എണ്ണം. അതിനിടയിൽ നീ ദയാലിനെ മോചിപ്പിച്ചില്ലെങ്കിൽ നിന്റെ അന്ത്യം നീ പോലും വിചാരിക്കാത്ത രീതിയിലായിരിക്കും. അയാൾ അത് പറഞ്ഞു നിർത്തിയപ്പോ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം സകലരെയും വല്ലാതെന്ന് അമ്പരപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം ആ സംസാരിച്ച വ്യക്തി വാ അടച്ചതും അയാളുടെ വാ ചേർത്ത് കിട്ടിയ ഒരു ഇടിയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ഒരു കൈ അയാളുടെ കവിളിൽ പതിഞ്ഞു. ഒരു 1.5 പഞ്ച് എന്ന് പറയാൻ കഴിയുന്ന ശൈലിയുള്ള പഞ്ചാണ്. ആ പഞ്ച് അയാളുടെ പുറകെ നിൽക്കുന്ന ആളുകളുടെ തലയ്ക്ക് മുകളിൽ കൂടിയാണ് തെറിപ്പിച്ചത്. അയാൾ ഇടിച്ചത് സാക്ഷാൽ കോർലിയസ് ആണ്. കോർലിയസ് ഡസ്റ്റിന്റെ അടുത്ത് നിന്ന് ആ ഗ്രാൻഡ് കുടുംബത്തിന്റെ ആ ബോഡി ഗാർഡിന്റെ തലവന്റെ അടുത്തേക്ക് പാഞ്ഞ വേഗത അമ്പരപ്പിക്കുന്നതാണ്. കോർലിയസ് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ എത്താറായി എന്ന് സൂചിപ്പിക്കുന്ന വേഗത അയാൾക്കുണ്ടെന്ന് അർത്ഥം. കോർലിയസിന് ഇടിയേറ്റ ആ ബോഡി ഗാർഡുകളുടെ തലവൻ ഗ്രാൻഡ് കുടുംബത്തിലെ ആ ബോഡി ഗാർഡുകളുടെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് ഒത്തിരി ദൂരേക്കാ ചെന്ന് വീണത്. ഒരു വലിയൊരു മൺകൂനയുടെ പുറത്ത് അയാൾ വീണത്. ആ മൺകൂനയുടെ പുറത്ത് വീണപ്പോൾ ആ മൺകൂന ഇടിഞ്ഞ് അയാളുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. ഈ കാഴ്ച കെയ്റ്റ് ഹാർമണെ ശരിക്കും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഗ്രാൻഡ് കുടുംബത്തിൽ അതിശക്തരായ ബോഡി ഗാർഡുകൾ 2 പേരാണ് ആ ടീമിന് നേതൃത്വം കൊടുക്കുന്നത്. അതിലൊരാളെ നിഷ്പ്രയാസമാണ് ഡസ്റ്റിന്റെ കൂട്ടാളി ഇടിച്ചു തെറിപ്പിച്ചിരിക്കുന്നത്. ഡസ്റ്റിന് അതിശക്തനായ ഒരു ബോഡി ഗാർഡ് കൂടെ ഉണ്ടെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ഗ്രാൻഡ് കുടുംബത്തിൽ നിന്ന് ആളെ ഇറക്കിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഡസ്റ്റിൻ ഹാർമൺ കുടുംബത്തിലെ ട്രെൻഡിന് നേരെ തിരിഞ്ഞു. ഇനി ഒബ്ജക്ഷൻ ഒന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ വീണ്ടും ദയാലിനുമായി നീങ്ങാൻ തുടങ്ങിയതും കുറേയേറെ ആളുകൾ ഓടി അകത്തേക്ക് വന്നു. അവരുടെ വാഹനങ്ങൾ പുറത്തു വന്ന് നിൽക്കുന്ന ശബ്ദം പോലും ആരും കേട്ടില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും വലിയൊരു കോമ്പൗണ്ടാണ് ഈ ഹാർമൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഹാർമൺ എസ്റ്റേറ്റിന്റെ ഗേറ്റ് വഴി അകത്തേക്ക് കടന്നു വരുന്ന ആളുകളെ കണ്ടപ്പോൾ സകലരും ഞെട്ടി നിൽക്കുകയാണ്. ഹാർമൺ കുടുംബത്തിലെ ട്രെന്റും ജേക്കബും ഒക്കെ മുഖത്തോട് നോക്കുകയാണ്. ഇവരെന്താ ഇവിടേക്ക് വരുന്നത് ഹിൽ കുടുംബത്തിലെ ആളുകളാണ്. മിൽസ്ബർഗിലെ ട്രമൻഡസ് ട്രീയിൽ ഒന്നാണല്ലോ ഹിൽ കുടുംബം. ആ ഹിൽ കുടുംബത്തിന്റെ ആളുകൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അകത്തേക്ക് കയറി വന്ന ഹിൽ കുടുംബത്തിലെ നേതാവ് ഡസ്റ്റിനെ നേരെ നോക്കി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നീ ഇന്ന് ഇവിടുന്ന് ജീവനോടെ പോവില്ല. ഡസ്റ്റിനെ നോക്കി ആ ഹിൽ കുടുംബത്തിലെ നേതാവ് അങ്ങനെ പറഞ്ഞപ്പോ ശരിക്കും ഒരു ആശ്വാസം ഹാർമൺ കുടുംബാംഗങ്ങൾക്കും കെയ്റ്റിനും ഉണ്ടാവുകയാണ്. കെയ്റ്റിനൊപ്പമുള്ള ഗ്രാൻഡ് കുടുംബത്തിന്റെ ആ ബോഡി ഗാർഡുകൾക്കും ശരിക്കും ഒരു ആശ്വാസമായി. ട്രമൻഡസ് സ്ത്രീയിൽ ഒന്ന് ഗ്രാൻഡ് കുടുംബമാണ്, മറ്റൊന്ന് ഹിൽ കുടുംബമാണ്. ഇപ്പോ 2 ട്രമൻഡസ് സ്ത്രീയും ഡസ്റ്റിൻ റൈസിന് എതിരായി നിൽക്കുകയാണ്. ഹിൽ കുടുംബത്തിലെ നേതാവിനെ നോക്കി ഡസ്റ്റിൻ ചോദിച്ചു, ആരാ നിങ്ങൾ? ഞാൻ സർ പോളിന്റെ 2ാമത്തെ മകനാണ്. എന്റെ പേര് സമ്മർ. സമ്മർ ഹില്ലാണ് അവിടെ എത്തിയിരിക്കുന്നത്. പോൾ മരിക്കുന്ന സമയത്ത് സമ്മർ സ്റ്റോണിയിലായിരുന്നു. സ്റ്റോണിയിൽ നിന്നാണ് സമ്മർ എത്തിയിരിക്കുന്നത്. സമ്മർ ഡസ്റ്റിൻ നോക്കി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നീ
എന്റെ കുടുംബത്തോട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാ ഞാൻ നിന്നെ തേടി വന്നത്. അങ്ങനെ സമർ പറയുമ്പോൾ സമറിന്റെ വലങ്കയായി സാക്ഷാൽ ടോർബിൻ ഹിൽ നിൽപ്പുണ്ട്. ടോർബിനെ ഒന്ന് നോക്കിയിട്ട് ഡസൻ സമറോട് പറഞ്ഞു, മിസ്റ്റർ സമർ, നിങ്ങളുടെ അച്ഛനെ കൊന്നത് നിങ്ങളുടെ തന്നെ അനുജൻ ഓട്ടമാണ്. ആ കാര്യം എല്ലാവർക്കും അറിയാം. അതിന് ഓട്ടത്തിനെ സഹായിച്ചത് നിങ്ങളുടെ സഹോദരൻ സ്പ്രിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ച ഇവിടെ എത്തിയിരിക്കുന്നെന്ന് എനിക്ക് പറയേണ്ടി വരും. ഡസൻ, നിന്റെ കഥകളൊന്നും എന്നോട് പറയണ്ട. എനിക്കറിയാം നീ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന്. നീ എന്റെ സഹോദരനെ കൊന്നു, എന്റെ അച്ഛനെ കൊന്നു, എന്നിട്ട് കഥകൾ ഉണ്ടാക്കിയാണ് എന്റെ ഒരു സഹോദരനെ നീ ജയിലിലുമാക്കി. ഡസൻ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഹിൽ കുടുംബം പൂർണ്ണമായും ഡസനെതിരാണെന്ന് കേട്ടതും ഹാർമൺ കുടുംബാംഗങ്ങൾക്ക് ശരിക്കും ആവേശം ഉണ്ടാവുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് ട്രെന്റ് ഒന്ന് ചിരിച്ചു. ഏയ് ഡസൻ, എന്തു പറയുന്നു? നീ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നെങ്കിൽ നിനക്ക് ചിലപ്പോ ഞങ്ങളെയൊക്കെ തോപ്പിച്ച് ഇവിടുന്ന് പോകാൻ പറ്റിയനെ. നീ അതല്ലല്ലോ. മിസ്റ്റർ ട്രെന്റ്, നിങ്ങൾ പറഞ്ഞത് നന്നായി. ഞാനൊരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ഡസനും ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് പറഞ്ഞതും ആ ആൾക്കൂട്ടം ഒന്നടങ്കം ചിരി തുടങ്ങി. ഗ്രാൻഡ് മാസ്റ്റർ അത്രേ, ഗ്രാൻഡ് മാസ്റ്റർ. ഹേയ് ഡസൻ, മരണമടുക്കുമ്പോ ആളുകൾ കുറിക്കൊള്ളുന്ന തമാശ പറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് നിന്റെ മരണം മുന്നിൽ കാണാൻ കഴിയുന്നുണ്ടല്ലേ? കൊള്ളാം, എന്തായാലും എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ട്രെന്റ് പറഞ്ഞതും ഡസൻ ഒന്ന് തിരിഞ്ഞു. വലത്തേക്ക് തിരിഞ്ഞ ഡസൻ പെട്ടെന്ന് അയാളുടെ വലത് കൈ ഒന്ന് മുന്നോട്ട് തള്ളുകയാണ്. ഡസൻ ആ വലത് കൈ മുന്നോട്ട് ഇങ്ങനെ തള്ളിയതും ശരിക്കും ഒരു കാറ്റ് ആ ആക്ഷന്റെ ഭാഗമായി ഉണ്ടായി. ആ കാറ്റ് ഉണ്ടായതും ഒരു ഹോങ്കാര ശബ്ദം ഉണ്ടാവുകയാണ്. ശരിക്കും ഒരു കൊടുങ്കാറ്റ് അടിക്കുന്ന പോലെ ഒരു കാറ്റ് ഡസന്റെ കൈ ആക്ഷൻ വന്ന ആ ഭാഗത്ത് രൂപം കൊണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോ ആ ഹാർമൺ എസ്റ്റേറ്റിനകത്ത് ഏകദേശം ഒരു 25 അടി മാറി ഒരു മല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മലയിൽ വന്ന് ആ കാറ്റിടിച്ചു. കൃത്രിമ മലയാണ്, പാറകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു മലയാണ്. ആ പാറ മലയിലാണ് ഡസൻ റൈസ് സൃഷ്ടിച്ച കാറ്റിടിച്ചത്. തൽഫലമായിട്ട് ആ പാറ ചിന്നിച്ചിതറിയും. ശരിക്കും അമ്പലപ്പുഴ ആളുകൾ ആ മലയിലേക്ക് നോക്കുമ്പോൾ ആ ഇടിഞ്ഞു വീണ മലയും കാറ്റും കുറച്ച് പുറകിലോട്ട് മാറി ഏകദേശം ഒരു 40 അടി മാറിയുള്ള മറ്റൊരു മല വന്നിടിച്ചു. ആ മലയും തകിടം മറിഞ്ഞു. രണ്ടാമത്തെ മല ചിതറി തൊട്ടു മുന്നിലുള്ള ആ കൃത്രിമ കായലിലേക്ക് വീണതും കായലിൽ നിന്ന് വെള്ളം ഇങ്ങനെ ആകാശത്തേക്ക് പൊങ്ങുകയാണ്. ഇതൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ് സംഭവിച്ചത്. ഒരു നിമിഷം സകലരുടെയും ശ്വാസം നിലച്ചതുപോലെയായി. ഇപ്പൊ അവർക്ക് കൃത്യമായിട്ട് സ്ലോ മോഷൻ ആ കാഴ്ച കാണാം. ആകാശത്തേക്ക് തെറിച്ച കല്ലുകൾ ആ കായലിൽ വീണതും കായലിലെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങുന്നതും അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മുകളിലേക്ക് പൊങ്ങിയ വെള്ളം അതിശക്തമായി കായലിലേക്ക് വീണു. അതിന്റെ ഫലമായി ഒരു ഓളം ആ കായലിൽ ഉണ്ടാവുകയാണ്. ആ കായലിൽ ഉള്ള ഓളം വെട്ടുന്നതോടൊപ്പം 2 മലകളിൽ നിന്ന് കല്ലുകൾ ഉരുണ്ടുരുണ്ട് താഴെ വീഴുന്ന ആ ശബ്ദവും കേൾക്കാം. ആ കാഴ്ച അവർക്ക് കാണുകയും ചെയ്യും. അതല്ലാതെ ആ ഭാഗത്ത് ഒരു ശബ്ദവുമില്ല. പൂർണ്ണ നിശബ്ദതയാണ് അവിടെ ഉള്ളത്. ഏതാനും സെക്കൻഡ് നേരത്തെ നിശബ്ദത കഴിഞ്ഞതും ഡസൻ റൈസ് ദയാലിനെ നോക്കി. ദയാലൻ ശരിക്കും വിറക്കുകയാണ്. ഡസൻ റൈസിനേക്കാൾ ശക്തനാണ് താനെന്നുള്ള അഹങ്കാരം ദയാലിന് ഡസനെ കണ്ട നിമിഷം മുതൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ അയാൾ ഇതാ കഥ തിരിച്ചറിയുകയാണ്. താൻ ഇതുവരെ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത് ഒരു ഗ്രാൻഡ് മാസ്റ്ററോടാണ്. ഡസൻ ഗ്രാൻഡ് മാസ്റ്റർ ആണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ ക്രീക്കും മെരിഡയും ലൈവും എന്ത് പറയണമെന്നറിയാതെ മുഖത്തോട് നോക്കുകയാണ്. അവരൊരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവിടെ സംഭവിക്കുന്നത്. അവർ ഡസനെ കളിയാക്കുമ്പോൾ ഡസൻ ഒന്ന് കൈ നിവർത്തിയിരുന്നുവെങ്കിൽ അവർ 3 കൊല്ലപ്പെട്ടവേ. ഇപ്പോ ആ കാര്യം അവിടെ മനസ്സിലേക്ക് വരികയാണ്. ഡസൻ റൈസ് ഒരു ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള കാര്യം പൂർണ്ണ ബോധ്യമായതും ജേക്കബ് വിറച്ചു തുടങ്ങി. അയാളുടെ മകന്റെ ജീവൻ ഇതാ അപകടത്തിലാവുകയാണ്. ഇതുവരെ അയാൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഗ്രാൻഡ് മാസ്റ്റർ നേരിടാൻ ആ കുടുംബത്തിലെ ആർക്കും കഴിയില്ല എന്ന് ജേക്കബിന് നന്നായിട്ട് അറിയാം. ജേക്കബിന്റെ മുഖത്ത് ഒരു കരച്ചിൽ വരുന്നുണ്ട്. അതേ സമയത്ത് അയാൾ പ്രതീക്ഷയുടെ ഗേറ്റിലേക്ക് നോക്കുകയും ചെയ്യാണ്. അയാൾ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അയാളുടെ മുഖത്ത് പെട്ടെന്നാണ് ഒരു പ്രകാശം വിടർന്നത്. അതിന്റെ കാരണം ഗേറ്റ് വഴി കയറി വരുന്ന ഒരു ടീമിനെ കണ്ടപ്പോഴാണ്. ആ കയറി വരുന്ന ടീം ആർമി ഡ്രസ്സിലാണ് വരുന്നത്. ആ ടീമിനെ കണ്ടപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ഒരു സന്തോഷം ദയാലിന്റെ മുഖത്തുമുണ്ട്. ബ്ലാക്ക് പാന്തർ കാവലറി ടീമിന്റെ ജനറൽ ഗിയോൺ സീക്കും അയാൾക്കൊപ്പമുള്ള ഒരു ടീമുമാണ് അകത്തേക്ക് വന്നത്. ജനറൽ ഗിയോൺ സീക്ക് അകത്തേക്ക് കയറി വരുന്ന കണ്ടതും ട്രെന്റിനെയും കേറ്റിനും ഒക്കെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ്. സകലതും തീർന്നു എന്ന് അവർ കരുതിയ നിമിഷത്തിലാണ് ഇതാ സാക്ഷാൽ ഗിയോൺ അകത്തോട്ട് വരുന്നത്. ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വന്ന ആളുകളൊക്കെ ശരിക്കും ഇപ്പോ ഞെട്ടിയെന്ന് പറയാം. ക്രീക്കും മിരിഡയും ലൈവും ഡസൻ റൈസ് വിജയിച്ചു എന്ന് കരുതിയ നിമിഷത്തിൽ ഇതാ കാവലറി ടീമിന്റെ ജനറൽ അകത്തേക്ക് വരികയാണ്. ബ്ലാക്ക് പാന്തർ കാവലറി ടീമിന്റെ ആ ജനറൽ സ്പോട്ടിലേക്ക് വന്നതും ഡസ് നോക്കി ഡസിനോട് പറഞ്ഞു, ഏയ് ഗ്രാൻഡ് മാസ്റ്റർ, നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ ആണെന്നുള്ള അഹങ്കാരമൊന്നും ഞങ്ങളോട് വേണ്ട.
ഞാൻ ജനറൽ ഗിയോൺ സീക്ക്. ഞാൻ ബ്ലാക്ക് പാന്തർ കാവലറി ടീമിന്റെ ജനറലാണ്. ഞങ്ങളുടെ അധികാരത്തെ, ശക്തിയെ നിനക്ക് തൊടാനാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു ഒത്തുതീർപ്പ് പറയാം. നീ ദയാലിനെ മോചിപ്പിക്കുക. വളരെ നാടകീയമായി, വളരെ ശാന്തമായിട്ടൊക്കെയാണ് ജനറൽ സീക്കിന്റെ സംഭാഷണം. ജനറൽ സീക്ക് പറഞ്ഞ കാര്യം കേട്ടപ്പോ രണ്ട് ശൈലിയിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ കെയ്റ്റിന്റെയും ട്രെന്റിന്റെയും ഒക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ജനറൽ സെക്ക് ഡസ്റ്റിന് ഇളവ് കൊടുക്കാമെന്നുള്ള ശൈലിയിലാണ് പറഞ്ഞെന്നൊരു തോന്നൽ കെയ്റ്റിനും ട്രെന്റിനും ജേക്കബിനൊക്കെ ഉണ്ട്. ദയാലിനും ആ തോന്നലുണ്ട്. ആ സമയത്ത് ഡസ്റ്റിൻ ജനറൽ സെക്കിനോട് പറഞ്ഞു, ജനറൽ, താങ്കൾ ഈ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് താങ്കൾക്ക് നല്ലത്. ഹേയ്, നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. ഈ പ്രശ്നത്തിൽ താങ്കൾ ഇടപെടാതിരുന്നാൽ താങ്കൾക്ക് കൊള്ളാം. ഡസ്റ്റിൻ വീണ്ടും ആ വാചകം എടുത്തു പറഞ്ഞതും ശരിക്കും ഒരു ബഹളം ആ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടാവുകയാണ്. ബ്ലാക്ക് പാന്തർ കാവലറി ടീമിന്റെ ജനറൽ സെക്കിനോട് ആ ശൈലിയിൽ ഡസ്റ്റിൻ സംസാരിക്കുമെന്ന് അവിടെ കൂടിയെന്ന് ആരും കരുതിയതല്ല. അവൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ്, പക്ഷേ എതിരിടുന്ന സൈന്യത്തോടാണ്. ആ ഒരു ചിന്തയാണ് ഇപ്പൊ പലർക്കും ഉള്ളത്. ഡസ്റ്റിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ജനറൽ ഗിയോൺ സെക്ക് ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ്, നിങ്ങളൊരു ഗ്രാൻഡ് മാസ്റ്റർ ആണ് എന്ന അഹങ്കാരം കൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നതെങ്കിൽ ആ അഹങ്കാരം അത്ര നല്ലതല്ല. നിങ്ങൾ എതിരിടുന്നത് ബ്ലാക്ക് പാന്തർ ആർമിയോടാണ്. നിങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല. ജനറൽ സെക്കിന്റെ ആ വാചകം സ്വാഭാവികമായിട്ടും ശരിക്കും ഒരു ആവേശം ഹിൽ കുടുംബത്തിന്റെയും ഗ്രാൻഡ് കുടുംബത്തിന്റെയും അതുപോലെ ഹാർമൻ കുടുംബത്തിന്റെയും ആളുകൾക്ക് ഉണ്ടാക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും ഇപ്പൊ പൊതുശത്രു ഡസ്റ്റിനാണല്ലോ. ഡസ്റ്റിന്റെ ആ അവസ്ഥയിൽ ഡസ്റ്റിനൊപ്പം നിൽക്കാൻ കിരൺ ഗ്യാങ് മാത്രമല്ലേ ഉള്ളൂ. കിരൺ ഗ്യാങ്ങുകാർ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ജനറൽ സെക്കല്ല ആര് വന്നാലും അവര് പിന്മാറില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഡസ്റ്റിൻ ദയാലിനെ അപ്പോഴും പിടിച്ചിരിക്കുകയാണ്. അത് കണ്ടതും ജനറൽ സെക്ക് ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ്, ദയാൽ എവിടെ? വിട്ടില്ലെങ്കിൽ നീ ഇപ്പോ വെടിയേറ്റ് വീഴും. അങ്ങനെ ജനറൽ സെക്ക് പറഞ്ഞതും അയാൾക്കൊപ്പമുള്ള ആ ബ്ലാക്ക് പാന്തർ ആർമിക്കാർ ഗണ്ണ് ലോഡ് ചെയ്തു. ഗണ്ണിലെ ലോക്ക് അവർ മാറ്റുന്ന ശബ്ദം ഒരു സിംഗ്ലൈസ്ഡ് സൗണ്ടാണ്. ഒന്നിച്ച് ഒരുപോലുള്ള ഒരുപാട് തോക്കുകളിൽ നിന്ന് ആ ലോക്ക് മാറ്റുമ്പോൾ അതൊരു കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദമാണ്. ആ ശബ്ദം അങ്ങനെ ഉണ്ടായതും ട്രെന്റ് അയാൾക്ക് പുറകെ നിൽക്കുന്ന ആളുകളെ ഒന്ന് കൈ കാണിച്ചു. ആ നിമിഷത്തിൽ ആ ആളുകൾ ഗണ്ണ് ഒന്ന് ഉയർത്തി തുടങ്ങി. എല്ലാ ഗണ്ണുകളിലെയും ആ സേഫ്റ്റി ലോഞ്ച് മാറ്റുന്ന ശബ്ദം കേട്ടപ്പോ ഒരു പുഞ്ചിരോടുകൂടി ആ ബ്ലാക്ക് പാന്തർ ആർമിയെ നോക്കിയിട്ട് സെക്ക് തിരിഞ്ഞപ്പോ സെക്ക് ഒന്ന് ഞെട്ടി. സെക്കിന്റെ തൊട്ടു മുന്നിൽ ഇപ്പോ ഡസ് നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് സെക്കിന് യഥാർത്ഥത്തിൽ അനലൈസ് ചെയ്യാൻ കഴിയും മുമ്പ് ഡസ്റ്റിന്റെ ഇടത് കൈ സെക്കിന്റെ കഴുത്തിൽ അങ്ങ് പിടിച്ചു കഴിഞ്ഞു. ശരിക്കും മുഴുവൻ ആളുകളെയും അമ്പരപ്പിക്കുന്ന ഒരു പ്രകടനമാണ് ഡസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ബ്ലാക്ക് പാന്തർ ആർമിയുടെ ജനറൽ കൂടിയായ സിയോൺ സെക്കിനെ ഇതാ കഴുത്തിൽ പിടിച്ച് ഡസൻ തറയിന്ന് ഉയർത്തുകയാണ്. ശരിക്കും സെക്കൊന്നു വരണ്ടു എന്ന് പറയാം. ഏയ് ഡസൻ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? സെക്ക് അങ്ങനെ ചോദിച്ചതും ഡസൻ സെക്കിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് എതിരായി നിൽക്കരുത്. ഡസൻ, നിങ്ങൾ ആരാണെങ്കിലും ഞാൻ പറഞ്ഞു ഇത് പ്രശ്നമാകും. നിങ്ങൾ കൈവയ്ക്കുന്നത് ബ്ലാക്ക് പാന്തർ ആർമിയുടെ ജനറലെയാണ്. ഡസൻ അയാളുടെ കഴുത്തിൽ പിടിച്ചിരിക്കുമ്പോഴും അയാൾക്ക് പറയാനുള്ള കാര്യം ഉറക്കെ പറയുകയാണ്. ഇപ്പോ ബ്ലാക്ക് പാന്തർ ആർമിയിലെ ആളുകളും ഹാർമൺ കുടുംബത്തിലെ ആളുകളും കില്ലിന്റെയും ഗ്രാൻഡിന്റെയും ആ കുടുംബങ്ങളിലെ ഫടമാരും ഒക്കെ ആ ഫൈറ്റേഴ്സും ഒക്കെ വല്ലാത്തൊരു അമ്പരപ്പിലാണ്. അവരാരും ഈ ശൈലിയിൽ ഒരു രംഗം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ കിരൺ ഗ്രൂപ്പിലെ ആളുകൾക്ക് വല്ലാത്ത ആവേശമായിരിക്കുകയാണ്. ഒരു ജനറലെ അവരുടെ നേതാവ് ഇതാ കഴുത്തി പിടിച്ചു പൊക്കുകയാണ്. സെക്കിന്റെ കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഡസ്റ്റിൻ സെക്കിനോട് പറഞ്ഞു, ഞാൻ 3 വരെ എണ്ണം. അതിനിടയിൽ നിങ്ങളുടെ ടീം ഇവിടെ നിന്ന് പിന്മാറാനുള്ള ഉത്തരവ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ എനിക്ക് കൊല്ലേണ്ടി വരും. വളരെ വളരെ വ്യക്തമാണ് ഡസ്റ്റിൻ റൈസിന്റെ ആ സ്റ്റേറ്റ്മെന്റ്. ജനറൽ സെക്കല്ല ആരായാലും ഡസ്റ്റിൻ ഒരു വിഷയമല്ല എന്നാണ് ഡസ്റ്റിൻ പറയുന്നത്. ഡസ്റ്റിൻ വന്നിരിക്കുന്നത് ദയാലിന് വേണ്ടിയാണ്. ദയാലിനെ കൊണ്ടുപോകാൻ തടസ്സം പിടിക്കുന്ന ആരെയാണെങ്കിലും അവരെ ഡസ്റ്റിൻ ഇല്ലാതാക്കും. ഡസ്റ്റിന്റെ ആ തുറന്നു പറച്ചിൽ കേട്ടതും സെക്ക് ലേശമൊന്നും വിരണ്ടിട്ടുണ്ട്. പക്ഷെ അതിനിടയിലും അയാൾ ഉറക്കെ ഡസ്റ്റിനോട് പറയുകയാണ്, മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ചെയ്താൽ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല. എന്റെ ബ്ലാക്ക് പാന്തർ നിങ്ങൾ തീർക്കും. അങ്ങനെ ജനറൽ സെക്ക് പറഞ്ഞപ്പോ ഹാർമൺ കുടുംബത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ട്രെന്റും ജേക്കബും ഒക്കെ ഉറക്കെ സെക്കിനോട് വിളിച്ചു പറയുകയാണ്, ജനറൽ, അവനെ വെടിവെക്കാൻ പറയാം. ഡസ്റ്റിനെ വെടിവെക്കാനുള്ള ഉത്തരവ് ജനറൽ സെക്ക് കൊടുത്താൽ അവിടെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഡസ്റ്റിന് വെടിയേക്കുന്ന നിമിഷത്തിൽ സെക്കിനും വെടിയേക്കും. ആ കാര്യം സെക്കിന് അറിയാം. സെക്ക് അതുകൊണ്ട് തന്നെ വെടിവെക്കാനുള്ള ഉത്തരവ് ഇതുവരെയും ബ്ലാക്ക് പാന്തറിന് കൊടുത്തിട്ടില്ല.
അപ്പോഴാണ് ഡസൻ എണ്ണി തുടങ്ങുന്നത്. 3, 2. ഡസൻ 2 എണ്ണുന്നതും ജനറൽ വെടിവെക്കാൻ ഉത്തരവ് കൊടുക്ക്. അങ്ങനെ ട്രെൻഡ് പറഞ്ഞതും ദയാളൻ ജനറൽ സെക്കിനോട് പറഞ്ഞു, സാർ ഇതിനിടയിൽ അങ്ങ് കൊല്ലപ്പെടുകയാണെങ്കിലും അങ്ങൊരു നല്ല കാര്യം ചെയ്തതിന് ശേഷമാണ് കൊല്ലപ്പെട്ടെന്ന് വിചാരിക്കാം. ദയാളന്റെ ഡയലോഗ് ജനറൽ സെക്കിനെ ശരിക്കും ഞെട്ടിച്ചു എന്ന് പറയാം. ദയാളന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ജനറൽ സിയോൺ സെക്ക് അവിടെ എത്തിയത്. ആ ദയാളൻ ഇപ്പോ ജനറൽ സെക്കിനോട് പറയുകയാണ്, ഈ സങ്കടത്തിനിടയിൽ ജനറൽ സെക്ക് കൊല്ലപ്പെട്ടാൽ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന് കരുതാമെന്നാണ്. സാർ ഉത്തരവ് കൊടുക്കുക സാർ. ജനറൽ സെക്കിന് ഉത്തരവ് കൊടുക്കാൻ വേണ്ടി ദയാളനും ട്രെന്റും ജേക്കബും ഹാമൺ കുടുംബത്തിലെ ബാക്കിയുള്ള ആളുകളും കേറ്റും ഒക്കെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ഡസന്റെ അവസാനത്തെ നമ്പർ വന്നു. 1. ഡസൻ 1 എന്ന് വിളിച്ചതും വെടി പൊട്ടിയതും ഒരേ നിമിഷത്തിലാണ്. ഡസന് നേരെ തുരുതുരാ വെടി ഉതിർക്കപ്പെടുകയാണ്. വെടിയുടെ ശബ്ദം കേട്ടതും ഡസൻ ജനറൽ സെക്കിനെ പെട്ടെന്ന് അവിടുന്ന് പിടിച്ചു മാറ്റി. എന്നിട്ടും ഒരു വെടിയുണ്ട് ജനറൽ സെക്കിന്റെ തുടയുടെ മുകൾ ഭാഗത്തായി കൊള്ളുകയും ചെയ്തു. കൃത്യം ബാക്ക് സൈഡിൽ വെടിയുണ്ട ഏറ്റ് പൊളഞ്ഞുപോയ സെക്ക് അമ്പരപ്പോടെ തിരിഞ്ഞ് ബ്ലാക്ക് പാന്തർ ആർമി നോക്കിയപ്പോ അവരാരും തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. ഓർഡർ കിട്ടാതെ അവർ ഷൂട്ട് ചെയ്യില്ലല്ലോ. മിസ്റ്റർ ജനറൽ, നിങ്ങൾ വെടിവെച്ചത് ഹാർമൺ കുടുംബക്കാരാണ്. ഹാർമൺ കുടുംബത്തിന്റെ ഷാഡോ ഗാർഡുകൾ ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കയറി നിന്ന് ഈ സമയത്ത് സെക്കിന് നേരെ വെടി ഉതിർത്തതാണ്. ജനറൽ സെക്ക് ആ ആൾക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞപ്പോ പെട്ടെന്ന് വെടിയുണ്ട നിലച്ചു. 3 വെടിയുണ്ടയാണ് സെക്കിന് നേരെ വന്നത്. അതിൽ ഒരെണ്ണം സെക്കിന് കൊള്ളുകയും ചെയ്തു. സെക്ക് ശരിക്കും ദേഷ്യത്തോടെ ഹാർമൺ കുടുംബത്തെ നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഞാനും എന്റെ ടീമും ഇതിൽ നിന്ന് പിന്മാറുന്നു. ദയാളൻ, ഇനി നിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ജനറൽ സെക്ക് പിന്മാറിയത്. ജനറൽ സെക്കും ബ്ലാക്ക് പാന്തർ ആർമിയും പിന്മാറുന്നു എന്ന് കേട്ടപ്പോ ശരിക്കും ഹിൽ കുടുംബത്തിലെയും ഗ്രാൻഡ് കുടുംബത്തിലെയും ഹാമൺ കുടുംബത്തിലെയും ആ ഫൈറ്റേഴ്സും ലീഡേഴ്സും ഒക്കെ ഒന്ന് വല്ലാണ്ടായി. ഡസൻ റൈസ് ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ആ ഗ്രാൻഡ് മാസ്റ്റർ നേരിടാൻ അവർക്ക് ആർക്കും കഴിയില്ല എന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരെങ്ങനെ അന്തമിട്ട് നിൽക്കുമ്പോൾ ഡസൻ ദയാലിന്റെ ഒരു കൈ പിടിച്ചൊന്ന് ഓടിച്ചു. ക്ലിങ് എന്നൊരു ശബ്ദത്തോടു കൂടി അയാളുടെ വലത് കൈ ഒടിഞ്ഞു. ഡസൻ ദയാലിനുമായിട്ടുള്ള ആക്ഷൻ തുടങ്ങുകയാണെന്ന് അർത്ഥം. നേരത്തെ ഡസന്റെ കയ്യിൽ നിന്ന് ഒരു ഇടി വാങ്ങിച്ച ദയാലൻ അപ്രതീക്ഷിതമായിട്ട് ഹാർമൺ കുടുംബത്തിലെ ആളുകളുടെ കയ്യിൽ നിന്ന് വെടിയേറ്റ് വാങ്ങിയിട്ടുമുണ്ട്. ആ വെടിയുണ്ടകൾ ഏൽപ്പിച്ച മുറിവിൽ നിന്ന് രക്തം ഇപ്പോഴും ഒലിക്കുന്നുണ്ട്. ആ അവസരത്തിലാണ് ഡസൻ ദയാലിന്റെ വലത് കൈ അങ്ങ് ഓടിച്ചത്. ദയാലൻ ഒന്ന് അലറിക്കരഞ്ഞതും ഗേറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് പോലെ ഒരു ശബ്ദം മുഴങ്ങി. ഗോഡ്സ് ഓഫ് വാർ, സ്കാർലറ്റ് സ്പാരോ ഈസ് ഹിയർ. ഗോഡ്സ് ഓഫ് വാർ എന്ന് കേട്ടതും ആ എൻറ്റയർ സദസ്സും ശരിക്കും ഒന്ന് വിറച്ചു എന്ന് പറയാം. ഡ്രാഗൺ മാർഷിന് 5 സേനയാണ് ഉള്ളത്. ഓരോ സേനയ്ക്കും ഓരോ ഏരിയ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വടക്കൻ മേഖല കൈകാര്യം ചെയ്യുന്നത് ബ്ലാക്ക് പാന്തർ കാവലറി ടീമാണ്. അതിന്റെ അനിഷേധ്യായ നേതാവാണ് ഗോഡ്സ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനർ. ആ സ്കാർലറ്റ് സ്പാനർ ഇതാ ഹാർമൺ കുടുംബത്തിന്റെ ഗേറ്റിൽ എത്തിയിരിക്കുന്നു എന്നാണ് അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ് കേട്ടതും സകല കണ്ണുകളും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. ആ ഭാഗത്തേക്ക് ആളുകൾ നോക്കുമ്പോൾ സുന്ദരിയായ സ്കാർലറ്റ് സ്പാനർ കയ്യിൽ ഒരു വാളുമായി മുകളിലേക്ക് കയറി വരികയാണ്. ശരിക്കും അതൊരു കാഴ്ചയാണ്. സൗന്ദര്യത്തിന്റെ അവസാന വാക്കെന്ന് വിളിക്കാൻ കഴിയുന്ന ആളാണ് സ്കാർലറ്റ് സ്പാനർ. ആ സ്കാർലറ്റ് സ്പാനറുടെ വേഷം ചുവന്ന ട്രാക്ക് സ്യൂട്ടാണ്. ചുവന്ന ട്രാക്ക് സ്യൂട്ട് അണിഞ്ഞ സ്കാർലറ്റ് സ്പാനർ മുകളിലേക്ക് കയറി വരുമ്പോൾ അവിടെ ക്രോപ്പ് ചെയ്ത സിൽവർ നിറത്തുള്ള മുടി കാറ്റടിച്ച് പതുക്കെ അനങ്ങുന്നുണ്ട്. ശരിക്കും കത്തിജ്വലിക്കുന്ന സൗന്ദര്യത്തിന്റെ ഒരു മകുട ഉദാഹരണമാണ് സാക്ഷാൽ സ്കാർലറ്റ് സ്പാനർ. സ്കാർലറ്റിന്റെ തൊട്ടു പുറകിൽ അവരുടെ 2 ബോഡി ഗാർഡുകൾ പോലെ ആ ലേഡി ജനറൽമാരുമുണ്ട്. സ്കാർലറ്റ് സ്പാനറെ കണ്ടപ്പോ ശരിക്കും ഒരു സന്തോഷം ജിയോണിനും അതുപോലെ ദയാലിനും ഉണ്ടാവുകയാണ്. അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സ്റ്റോണിയയിലുള്ള സ്കാർലറ്റ് സ്പാനർ അവിടേക്ക് വരുമെന്ന്. സ്കാർലറ്റ് യഥാർത്ഥത്തിൽ ഡസനെ കാണാൻ വേണ്ടി മിൽസ്ബർഗിലെ ആർമി താവളത്തിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് മിൽസ്ബർഗിലെ ഹാർമൺ കുടുംബത്തിൽ ഒരു വിഷയമുണ്ടെന്നും അവിടേക്ക് ജനറൽ സെക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞത്. ജനറൽ സെക്ക് ബ്ലാക്ക് പാന്തർ ആർമിയിലെ 4 ജനറൽമാരിൽ ഒരാളാണ്. സെക്കിന് മുകളിൽ സ്കാർലറ്റ് സ്പാനറാണ് ഉള്ളത്. സെക്ക് പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്കാർലറ്റ് ആ ഹാർമൺ കുടുംബത്തിലേക്ക് ഓടിയെത്തിയത്. അകത്തേക്ക് കയറി വന്ന സ്കാർലറ്റ് സെക്കിനോട് ചോദിച്ചു, എന്താ ജനറൽ പ്രശ്നം? മൈ ലേഡി, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ഞാൻ നമ്മുടെ സബോർഡിനേറ്റായ ദയാളിന്റെ അങ്കിളിന്റെ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ വന്നതാണ്. അപ്പോഴാണ് ഒരു തെമ്മാടി ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് എന്റെ ശ്രദ്ധയപ്പെട്ടത്. അയാൾ ആര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. മൈ ലേഡി, ആ മനുഷ്യനാണ് ഞങ്ങൾ എല്ലാവരും ശല്യം ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദയാളൻ ഡസന് നേരെ വിരൽ ചൂണ്ടി. ദയാളൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയ സ്കാർലറ്റ് ഒരു നിമിഷം സ്ട്രക്കായിട്ട് അങ്ങനെ നിന്നു പോവുകയാണ്. പെട്ടെന്ന് സ്കാർലറ്റ് തിരിഞ്ഞ് സെക്രട്ടറി ചോദിച്ചു, എന്താ സംഭവം? മാഡം, ഞാൻ പറഞ്ഞു
ആ മനുഷ്യൻ ഇവിടെ ഒന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതെനിക്ക് മനസ്സിലായി. അയാൾ എന്ത് കാരണം പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത്? സ്കാർലറ്റ് സ്പാനറുടെ ആ ചോദ്യം ജനറൽ സെക്ക് തീരെ പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. ബ്ലാക്ക് പാന്തർ ആർമിയിലെ ജനറലെയും അതുപോലെ സബോർഡിനേറ്റ് ഓഫീസറെയും തടങ്കൽ പിടിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ അവരുടെ ജനറൽ സ്കാർലറ്റ് സ്പാനർ ആ നിമിഷം നേരിടുമെന്നാണ് അയാൾ കരുതിയത്. പക്ഷേ സ്കാർലറ്റ് എന്തിന് അയാൾ മോശമായി പെരുമാറി എന്നാണ് ചോദിക്കുന്നത്. മാഡം, അത് സെക്ക് അത്രയും പറഞ്ഞതും ഡസൻ ഇടപെട്ടു. ഞാൻ പറയാം, ഈ ദയാളൻ എന്നെയും എനിക്കൊപ്പം ഒരാളെയും കൊല്ലാനായി ഒരു കൊട്ടേഷൻ കൊടുത്തു. ആ കൊട്ടേഷൻ അനുസരിച്ച് ഞങ്ങൾക്ക് നേരെ ഒരു ട്രക്ക് ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തിൽ എനിക്കൊപ്പം കാറിലുണ്ടായിരുന്ന പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ കുഞ്ഞ് കൊല്ലപ്പെട്ടു. ഡസൻ റയസ് പറഞ്ഞ വാചകം കേട്ടതും സെക്കും ദയാലനും ഒന്നിച്ച് സ്കാർലറ്റ് സ്പാനറോട് പറഞ്ഞു, മൈലേഡി, അത് വിശ്വസിക്കരുത്, അയാൾ സംഭവങ്ങൾ വളച്ചൊടിക്കുകയാണ്. ദയാലൻ അത് പറഞ്ഞു നിർത്തിയതും ഒരു മിന്നൽ അവിടെ ഉണ്ടായി. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ സ്കാർലറ്റ് സ്പാനറുടെ കയ്യിലിരുന്ന ആ വാള് ഒന്ന് ചലിച്ചതാണ്. ഒരു പ്രകാശകനെ കടന്നു പോകുന്ന എല്ലാവരും കണ്ടു. ആ പ്രകാശകനെ കടന്നുപോയതും അവർ ഒരു കാഴ്ച കൂടി കണ്ടു. ദയാലിന്റെ കഴുത്തറ്റ് അയാളുടെ തല താഴേക്ക് വീഴുന്ന കാഴ്ച. ബ്ലാക്ക് പാന്തർ ആർമിയിലെ ഡെപ്യൂട്ടി ജനറലായ ദയാളൻ ഹാർമന്റെ തല ആ ആർമിയുടെ തലപ്പത്തുള്ള ഗോഡസ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനർ ഇതാ അരിഞ്ഞ് താഴെയിട്ടിരിക്കുന്നു. ഏകദേശം ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ദയാലിന്റെ ബോഡി താഴേക്ക് വീഴുന്നത്. ജേക്കബും ട്രെന്റും കെയ്റ്റും വളരെ അടുത്ത് നിന്നായി കാഴ്ച കണ്ടത്. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവർ കണ്ടിരിക്കുന്നത്. ദയാലൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ടതും സെക്ക് സ്കാർലറ്റോട് ചോദിച്ചു, മൈലേഡി, അങ്ങ് എന്തായി ചെയ്തത്? അത് കേട്ടതും സ്കാർലറ്റ് സെക്കിനോട് പറഞ്ഞു, ജനറൽ സെക്ക്, ഇവിടെ ദയാലൻ തെറ്റ് ചെയ്തുവെന്ന് 100% ഉറപ്പാണ്. മൈലേഡി, അങ്ങ് എന്തായി പറയുന്നത്? അത് അയാൾ പറഞ്ഞതല്ലേ? അതെ, അയാൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം സ്കാർലറ്റ് സ്പാനർക്കൊപ്പം വന്ന ബ്ലാക്ക് പാന്തർ ആർമിയിലെ ആളുകളോട് പറഞ്ഞു, ഈ ഹാർമൺ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യും. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു ഉത്തരവ് എന്നേ അതിനെ പറയാൻ പറ്റൂ. ഹാർമൺ കുടുംബത്തിന്റെ തലപ്പത്തേക്ക് ട്രെന്റ് കടന്നു വരുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ തന്നെ ട്രെന്റിനെയും അയാളുടെ സഹോദരൻ ജേക്കബിനെയും ട്രെന്റിന്റെ മകൾ കെയ്റ്റിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനും സ്കാർലറ്റ് സ്പാനർ ഉത്തരവിട്ടത്. മാഡം 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 എന്തായി പറയുന്നത്? ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പിന്നെ ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകും. അടുത്ത നിമിഷത്തിൽ സ്കാർലറ്റിനൊപ്പം വന്ന ആ ബ്ലാക്ക് പാന്തർ ആർമിയുടെ ആളുകൾ ഹാർമൺ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയി. സ്കാർലറ്റിനൊപ്പം അനവധി വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളിൽ അവരെ കയറ്റി സൈനിക ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ടീം പുറത്തേക്ക് പോകുമ്പോൾ സ്കാർലറ്റ് അവിടെ കൂടി നിൽക്കുന്ന ഹിൽ കുടുംബത്തിലെയും ഗ്രാൻഡ് കുടുംബത്തിലെയും ആളുകളെ നോക്കി. ഇവിടെ ഈ കുടുംബമായി ബന്ധമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർ വേഗം സ്ഥലം വിടണം. കേൾക്കേണ്ട താമസം സമ്മറും ടോർബനും ഉൾപ്പെടെ ഹിൽ കുടുംബത്തിലെ മുഴുവൻ ആളുകളും അതുപോലെ ഗ്രാൻഡ് കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളും ആ നിമിഷം പുറത്തേക്ക് ഓടി. അവർ ജീവനം കൊണ്ട് ഓടുകയായിരുന്നു പറഞ്ഞാൽ അതാണ് ശരി. ഇപ്പോഴും അവർക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അവർ കണ്ട കാര്യങ്ങൾ വാസ്തവമാണെന്ന്. ദയാലൻ ഹാർമൺ മിൽസ്ബർഗിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. സാക്ഷാൽ ടൈലർ ഗ്രാൻഡ് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പേര് ദയാലൻ ഹാർമന്റെയാണ്. ആ ദയാലൻ ഹാർമനെയാണ് സകലരും നോക്കി നിൽക്കെ അയാളുടെ സൈന്യത്തിന് തലപ്പത്തുള്ള ഗോഡസ് ഓഫ് വാർ തല എറിഞ്ഞ് കൊന്നിരിക്കുന്നത്. ആ കാഴ്ച വിശ്വസിക്കാൻ പറ്റാതെ ആളുകൾ ഇറങ്ങി ഓടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഹാർമൺ കുടുംബാംഗങ്ങളും ഹില്ലും ഗ്രാൻഡും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ബാലൻസ് ഉള്ളത് കിരിൻ ഗ്യാങ്ങിലെ ആളുകളാണ്. കിരിൻ ഗ്യാങ്ങിലെ ആളുകൾക്ക് അവിടുന്ന് പോകാനുള്ള നിർദ്ദേശം ഡസൻ കൊടുത്തതും അവരും അവിടുന്ന് പിരിഞ്ഞു. ഇപ്പോ ബാലൻസ് ഉള്ളത് ബ്ലാക്ക് പാന്തർ ആർമിയുടെ ജനറൽ സെക്കും അയാൾക്കൊപ്പം വന്ന ഒരു ചെറിയ ടീമുമാണ്. അവിടെയുള്ള ആളുകളൊക്കെ ഒഴിഞ്ഞതും ജനറൽ സെക്ക് മറ്റൊരു കാഴ്ച കണ്ടു. ശരിക്കും മനോഹരമായ ഒരു പുഞ്ചിരിയുമായി സാക്ഷാൽ സ്കാർലറ്റ് സ്പാനർ ഡസൻ റൈസിന് നേരെ നടന്നു വരുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. സ്കാർലറ്റ് ചിരിക്കുന്നത് അയാൾ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. എപ്പോഴും സ്കാർലറ്റിന്റെ മുഖത്ത് ഒരു ഗൗരവം ഉണ്ടാവും. ഇപ്പോ ആ ഗൗരവമൊന്നുമില്ല. വല്ലാത്തൊരു മാസ്മരിക പുഞ്ചിരിയുമായി സ്കാർലറ്റ് ഡസന്റെ അടുത്തേക്ക് വരികയാണ്. ഡസന്റെ അടുത്ത് സ്കാർലറ്റ് എത്തിയതും ഡസൻ സ്കാർലറ്റിന്റെ തലയിൽ ഒരു തട്ട്. ഏയ്, നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന? ഡസൻ, അതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, അതൊക്കെ ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തു. കുറെ ആളുകൾ തീർന്നു. സ്കാർലറ്റ് സ്പാനറെ അട്ടിമറിക്കാനായി കലാപത്തിന് ആസൂത്രണം ചെയ്ത ആളുകളുടെയൊക്കെ തല ഇപ്പോ അവിടെ ഉടലില്ല എന്നതാണ് സത്യം. ശരിക്കും ഒരു കൂട്ടക്കൊല തന്നെയാണ് സ്കാർലറ്റ് നടത്തിയെന്ന അർത്ഥം. ഒരു തരത്തിലുള്ള എതിർപ്പും വളരാൻ അനുവദിക്കുന്ന ഒരു പ്രകൃതം സ്കാർലറ്റിനില്ല. സ്കാർലറ്റ് അതുകൊണ്ടാണ് അവരെങ്ങ് തീർത്തത്. ഡസനോട് അത്ര വ്യക്തമായി പറഞ്ഞില്ല എന്ന് മാത്രം. ഡസൻ റൈസിനോട് സ്കാർലറ്റ് സ്പാനർ കളിച്ച് ചിരിച്ച് തമാശയോട് സംസാരിക്കുന്ന കണ്ടപ്പോ ജനറൽ സെക്കിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് ജനറൽ സെക്കിന്റെ മുന്നിലൂടെ ഡസൻ റൈസും സ്കാർലറ്റും കൂടി ഹാർമൺ എസ്റ്റേറ്റിന്റെ ഗേറ്റിലേക്ക് നടക്കുകയാണ്. സ്കാർലറ്റിനെ ഡസൻ ഭക്ഷണം കഴിക്കാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അവർ മുന്നോട്ട് പോണ കണ്ടതും
ബ്രിജിത്തിനെ പിടിച്ചു നിർത്തിയ സെക്ക് ബ്രിജിത്തിനോട് ചോദിച്ചു, അതാരാ നോക്കൂ ജനറൽ, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കരുത്. അങ്ങനെ സെക്കിനോട് ബ്രിജിത്ത് പറഞ്ഞതും ഡസ്റ്റിനൊപ്പം നടക്കുകയായിരുന്ന സ്കാർലറ്റ് അവിടെ നിന്നു. സ്കാർലറ്റ് തിരിഞ്ഞ് സെക്കിനെ നോക്കി സെക്കിനോട് പറഞ്ഞു, മിസ്റ്റർ ജനറൽ, നിങ്ങളെ ഞാൻ ഡീപ്രൊമോട്ട് ചെയ്യാണ്. നിങ്ങൾ ഇപ്പോൾ തസ്തികയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് താഴോട്ടിറങ്ങും. മൈലേഡി, ഞാൻ ഇനിയും സംസാരിച്ചാൽ വീണ്ടും താഴോട്ട് പോകും. വേണോ? അത് കേട്ട ജനറൽ സെക്ക് അറിയാതെ വാപൊത്തി പോവുകയാണ്. സ്കാർലറ്റ് സ്പാനർ ജനറൽ സെക്കിനെ ശിക്ഷിക്കാനുള്ള കാരണം കൂടി സെക്കിനോട് പറഞ്ഞു. മിസ്റ്റർ സിയോൺ, നിങ്ങളുടെ സബോർഡിനേറ്റ് ആയിരുന്നു ആ ദയാളൻ. അയാൾ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്ന് വെച്ചു. നമ്മുടെ ആർമിയിലെ ഒരാൾ ഈ രാഷ്ട്രത്തിലെ സാധാരണ പൗരന്മാർക്കെതിരെ തിരിയുമ്പോൾ നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടതിന് പകരം നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. അത് ശരിക്കും ക്രിമിനൽ കുറ്റമാണ്. ഞാൻ പറയാതെ തന്നെ ജനറൽക്ക് അറിയാമല്ലോ. സ്കാർലറ്റ് സ്പാനർ പറയുന്ന കാര്യം ജനറൽ സെക്കിന് പൂർണ്ണമായും മനസ്സിലാക്കും. ശരിക്കും ഒരു ക്രിമിനൽ കുറ്റം നടന്നപ്പോൾ ആ കുറ്റം കണ്ടില്ലെന്ന് വെക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ജനറൽ സെക്ക്. അതിന്റെ അർത്ഥം കുറച്ചുകൂടി വ്യക്തമാണ്. ദയാലിന് നഷ്ടപ്പെട്ടതുപോലെ ജനറൽ സെക്കിനും സ്വന്തം തല നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ്. സ്കാർലറ്റ് സ്പാനർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദയാലിനെ കൊന്നിരിക്കുന്നത്. ജനറൽ സെക്കിനോട് അങ്ങനെ പറഞ്ഞിട്ട് സ്കാർലറ്റും ഡസൻ റൈസും ഗേറ്റിന് നേരെ നടക്കുമ്പോൾ അവിടുന്ന് പുറത്തിറങ്ങിയ ഹിൽ കുടുംബത്തിലെ സമ്മർ അയാളുടെ പദ്ധതി നടക്കാതെ പോയതിൽ വല്ലാതെ ആശങ്കയുള്ളതാണ്. ശരിക്കും അന്ന് അവിടെ ഒരു വൻ അട്ടിമറിക്ക് പ്ലാൻ ഇട്ടുകൊണ്ടാണ് സമ്മർ എത്തിയത്. പക്ഷെ പെട്ടെന്ന് സ്കാർലറ്റ് സ്പാനർ കയറി വന്നപ്പോൾ അയാളുടെ പദ്ധതിയെല്ലാം പാളുകയായിരുന്നു. ഡസ്റ്റിനെ കൊല്ലാനുള്ള എല്ലാ ഇടപാടുകളും അയാൾ പൂർത്തീകരിച്ചിരുന്നതാണ്. ഇനിയൊരു അവസരം വരുന്നതുവരെ കാത്തിരിക്കണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് സമ്മർ ഹിൽ കുടുംബത്തിലേക്ക് മടങ്ങുന്നത്. ഈ സമയത്ത് തന്നെ ടൈലർ ഗ്രാന്റ് വിവരം അറിഞ്ഞു. ടൈലർ ഗ്രാന്റിന് റിപ്പോർട്ട് നൽകിയ ആള് ടൈലറോട് പറഞ്ഞു, സർ ഗ്രാന്റ്, ആ ദയാലൻ കൊല്ലപ്പെട്ടു. അയാളെ ഗോഡ്സ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനറെ കൊന്നത്. സ്കാർലറ്റ് കൊന്നതോ? നീ എന്തായി പറയുന്നത്? അതെ സർ, സാക്ഷാൽ സ്കാർലറ്റ് സ്കാനർ അവിടെ ഹാർമൺ കുടുംബത്തിൽ വന്നു. ദയാലൻ ആ സ്കാർലറ്റുമായി എങ്ങനെയോ ഉടക്കിപ്പോയതാണ്. ഈ ഭൂമിയിൽ ആരോടെല്ലാം നമുക്ക് ഉടക്കാം. അവനെ ഉടക്കാൻ കിട്ടിയത് ഈ സ്കാർലറ്റിനെ ആയിപ്പോയോ? ആരെങ്കിലും ആ സ്ത്രീയോട് ഉടക്കാൻ നിൽക്കൂ? ടൈലർ ഗ്രാന്റിനെ ഈ ഭൂമിയിൽ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ആള് സാക്ഷാൽ സ്കാർലറ്റ് സ്പാനറാണ്. സ്കാർലറ്റ് സ്പാനർ ടൈലറേക്കാൾ എന്തുകൊണ്ടും മുകളിലാണെന്നുള്ള കാര്യം ടൈലർക്ക് നന്നായിട്ട് അറിയാം. ഒരു കാരണവശാലും സ്കാർലറ്റുമായി ഒന്ന് ഉരസാൻ മനസ്സ വാച കർമ്മണ ആഗ്രഹിക്കാത്ത ആളാണ് ടൈലർ ഗ്രാന്റ്. അതേ ടൈലർ ഗ്രാന്റിന് വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ദയാളൻ ചെന്ന് ഉടക്കിയിരിക്കുന്നത് സാക്ഷാൽ സ്കാർലറ്റ് സ്പാനറുമായിട്ടാണ്. എങ്ങനെ ഇത് സംഭവിച്ചു? ടൈലർക്ക് ഒരു പിടിയില്ല. സർ ഗ്രാന്റ്, മറ്റു കാര്യം കൂടി സംഭവിച്ചു. ഹാർമൺ കുടുംബത്തിലെ മുഴുവൻ ആളുകളും അറസ്റ്റിലായിരിക്കുകയാണ്. സ്കാർലറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നന്നായി, അവർക്ക് അത് തന്നെ വേണം. കിഴങ്ങുമാർ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഭംഗിയായി ചെയ്യാൻ അറിയാവുന്നവരെ എന്തിനാ നമ്മളെ കൂടെ നിൽക്കുന്നത്? സർ ഗ്രാന്റ്, അപ്പൊ നമ്മള് ആ മാപ്പ് കണ്ടുപിടിക്കാൻ ഇനി എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, അവന്മാരല്ലാതെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. എന്തായാലും നമുക്കത് വേണമല്ലോ. ഹാർമൺ കുടുംബത്തിന്റെ കൈവശമിരിക്കുന്ന ആ ട്രഷർ മാപ്പ് കിട്ടിയേ പറ്റൂ. അത് ടൈലർ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. ഹാർമൺ കുടുംബത്തിലെ ആളുകളൊക്കെ അറസ്റ്റിലായെങ്കിൽ മറ്റൊരു മാർഗം ആലോചിക്കുക. ടൈലർ ഗ്രാന്റും അയാളുടെ സബോർഡിനേറ്റും കൂടി അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കാർലറ്റ് സ്പാനറും ഡസൻ റൈസും. ഡസൻ റൈസും സ്കാർലറ്റും തരിച്ചാവുമ്പോൾ സ്കാർലറ്റ് ഡസ്റ്റിനെ സംബോധന ചെയ്യുക ലോഗൻ എന്നാണ്. ഡസ്റ്റിനോടായി സ്കാർലറ്റ് പറഞ്ഞു, ലോഗൻ, ഞാൻ അവരെ മുഴുവൻ തട്ടിയാലോ? ലോഗനെ തുടർന്ന് ആരെയും ഞാൻ വെച്ചുകൊണ്ടിരിക്കത്തില്ല. സ്കാർലറ്റ് പറയുന്നത് ഹാർമൺ കുടുംബത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മുഴുവൻ ആളുകളെയും കൊല്ലുന്നതിനെ കുറിച്ചാണ്. അത് കേട്ടതും ഡസൻ സ്കാർലറ്റിനോട് പറഞ്ഞു, ഹേയ്, അതൊന്നും വേണ്ട, അവരൊന്നും വലിയ തെറ്റുകൾ ചെയ്തവരല്ല. ആ തെറ്റ് ചെയ്തത് ദയാളനാണ്. അയാൾക്ക് ശിക്ഷ കിട്ടിയല്ലോ. നമുക്ക് അവരെ കുറച്ച് ദിവസം അകത്ത് ഇട്ടിട്ട് അത് പുറത്തുവിടാം. ലോകം പറയും പോലെ ചെയ്യാം. ലോഗൻ റൈസ് എന്ത് പറയുന്നു അതാണ് സ്കാർലറ്റിന്റെ ലോകം. ഡ്രാഗൺ മാർഷിലെ ഒരു റെക്കോർഡാണ് യഥാർത്ഥത്തിൽ സ്കാർലറ്റിന്റെ പേരിലുള്ളത്. 18ാമത്തെ വയസ്സിലാണ് സ്കാർലറ്റ് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നത്. സാധാരണഗതിയിൽ ഒരാൾ ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നത് 40ഓ 50ഓ വയസ്സൊക്കെ ആകുമ്പോഴാണ്. ഇവിടെ വെറും 18ാമത്തെ വയസ്സിൽ സ്കാർലറ്റ് ഗ്രാൻഡ് മാസ്റ്ററായി റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചു. അതിനുശേഷം ഡ്രാഗൺ മാർഷിന് വേണ്ടി മറ്റ് രാജ്യങ്ങളുമായി നടന്ന യുദ്ധത്തിൽ സ്കാർലറ്റിന്റെ കൈയാൽ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ കുറഞ്ഞത് 4 ഗ്രാൻഡ് മാസ്റ്റേഴ്സെങ്കിലും ഉണ്ട്. ആ സ്കാർലറ്റ് സ്പാനറാണ് ഇപ്പോ ഡസൻ റൈസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കാർലറ്റും ഡസ്റ്റിനും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡസ്റ്റിന് ഒരു കോള് വന്നു. കോള് വിളിക്കുന്നത് സാം ഫ്രാങ്ക്ലിൻ ആണ്. കോള് കണക്ട് ആയതും സാം ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, 2 വാർത്തകളുണ്ട്. ഒന്ന് നല്ലത്, മറ്റൊന്ന് ചീത്ത. അതിൽ ഏതാ ആദ്യം പറയേണ്ടത്? എന്തായാലും ചീത്ത വാർത്ത ആദ്യം പറയാം. ഡസ്റ്റിൻ, ഷീല മറയ്ക്ക് നേരെ ഒരു ബൗണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഷീലയ്ക്ക് നേരെ ബൗണ്ടിയോ? എത്ര? ഡസൻ, $500 മില്യൺ ബൗണ്ടി. ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഷീലയെ കൊല്ലാൻ വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത്. സാം, ഡസൻ പേടിക്കണ്ട, ഞങ്ങളുടെ ടീം അത് ഏറ്റെടുക്കില്ല. ആരാണ് ആ
ബൗണ്ടി അനൗൺസ് ചെയ്തെന്നുള്ള കാര്യം മാത്രം സാം പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യം സാം ഡസ്റ്റിന് ഉറപ്പുകൊടുത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ഷീലയെ കൊലപ്പെടുത്താനായി ഒരു അസസിൻ അറ്റംപ്റ്റ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ആ കാര്യമാണ് സാം ഡസ്റ്റിനോട് ഉറപ്പിച്ച് പറഞ്ഞത്. അത് കേട്ടതും ഡസ്റ്റിൻ അയാളോട് ചോദിച്ചു, അപ്പോ നല്ല കാര്യമുണ്ടെന്ന് പറഞ്ഞത്? ഡസ്റ്റിൻ, ഞാൻ ആ ചെറൂസിയ എവിടെ ഉണ്ടെന്ന് കണ്ടു. ചെറൂസിയ കണ്ടോ? എവിടെ? ഡസ്റ്റിൻ, ക്രിസ്റ്റഫർ മറയുടെ വീട്ടിൽ അതുണ്ട്. ക്രിസ്റ്റഫർ മറയ്ക്ക് ഒരാൾ ബർത്ത്ഡേ ഗിഫ്റ്റായി കൊടുത്തതാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ക്രിസ്റ്റഫർ മറയുടെ ബർത്ത്ഡേ ആണ്. ഡസ്റ്റിൻ ഒന്ന് മനസ്സ് വെച്ചാൽ ആ ചെറൂസിയ സ്വന്തമാക്കാം. സാം ഫ്രാങ്ക്ലിൻ പറഞ്ഞത് കേട്ടതും ഡസ്റ്റിൻ ചിരിച്ചുകൊണ്ട് സാമിനോട് ചോദിച്ചു, ഏയ് സാം, ഞാൻ എന്ത് പ്രതിഫലമാണ് ഇത് നൽകേണ്ടത്? ഡസ്റ്റിൻ, ഇപ്പൊ എനിക്ക് പ്രതിഫലമൊന്നും വേണ്ട. ഡസ്റ്റിൻ എനിക്കൊരു വാക്ക് നൽകിയിട്ടുണ്ട്, ആ വാക്ക് പാലിച്ചാൽ മതി. സാം ഫ്രാങ്ക്ലിന് ഒരു ആപത്തുണ്ടാകുമ്പോൾ കൂടെ നിൽക്കാം എന്നാണ് ഡസ്റ്റിൻ സാം ഫ്രാങ്ക്ലിന് കൊടുത്തിരിക്കുന്ന വാക്ക്. ഓക്കെ സാം, ഞാൻ കൂടെ നിൽക്കും, പക്ഷേ നല്ല കാര്യത്തിനെ നിൽക്കൂ. ഡസ്റ്റിൻ, അതിനെ ഞാൻ ഡസ്റ്റിനെ വിളിക്കൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സാം ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ടായത് ഡസ്റ്റിൻ സ്കാർലറ്റിനോട് പറഞ്ഞു, സ്കാർലറ്റ്, എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകണം. സ്കാർലറ്റ്, ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങുക. എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് പിന്നീട് കാണാം. ഡസ്റ്റിൻ റൈസിന്റെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങളും സീരിയസ് ആയ സംഭാഷണവും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സ്കാർലറ്റ് സ്പാനർ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ലോഗൻ, വിഷയമല്ല ഉണ്ടോ? ഞാൻ ഇടപെടണോ? ഏയ്, ഇത് അങ്ങനെയൊന്നുമല്ല, ഒരു ചെറിയ കാര്യം. എന്തായാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്കാർലറ്റിനോട് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റിൻ സ്കാർലറ്റുമായി പുറത്തിറങ്ങി. സ്കാർലറ്റിന്റെ താമസ സ്ഥലത്തേക്ക് അയച്ചതിന് ശേഷം ഡസ്റ്റിൻ നേരെ പോയത് സമ്മാനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിലേക്കാണ്. അവിടെ നിന്ന് മനോഹരമായ ഒരു സമ്മാനമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഡസ്റ്റിൻ നേരെ മറേ കുടുംബത്തിലേക്ക് തിരിച്ചു, സാക്ഷാൽ ക്രിസ്റ്റഫർ മറയുടെ വസതിയിലേക്ക്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എം ലൈഫിൽ നിന്ന് ഡസ്റ്റിൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.